ബോർഡ് കാണാമോ? ബോർഡ് കാണാമോ രാജിതയ്ക്കൊക്കെ, ഗോപിക, അൽഫോൺസൊക്കെ ബോർഡ് ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഓക്കെ ഓക്കെ, നമ്മൾ ക്ലാസ്സിലേക്ക് വരുന്നു. ബാക്കിയുള്ളവർ പതിയെ ജോയിൻ ചെയ്തോട്ടെ. ഹലോ. പറഞ്ഞു. അത് റെക്കോർഡ് അയച്ചു തരാം. ഓക്കെ, ഇന്ന് എടുക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്ലാസ് ആണ്, അപ്പോൾ അതുകൊണ്ട് അതിന്റെ റെക്കോർഡ് തരും. ഇന്ന് ടുവേഴ്സ് നോളജ് എക്കോണമി, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി. ഓക്കെ. ഓക്കെ, കേൾക്കാമല്ലോ അല്ലേ? ഓഡിയോ ഓക്കെ അല്ലേ? റെഡി? ഓക്കെ, എല്ലാവരും ജോയിൻ ചെയ്യുമെന്ന് കരുതുന്നു. മറ്റേ ബാച്ചിലുണ്ടായിരുന്നവര് സിന്ധു ടീച്ചറെ കേൾക്കാമോ? ഗോപിക കേൾക്കുന്നുണ്ടല്ലോ? ഓഡിയോ ഓക്കെ അല്ലേ? സിന്ധു ടീച്ചറെ കേൾക്കാമോ? ഗോപിക, സിന്ധു ടീച്ചറെ, രാജിത, എല്ലാവർക്കും കേൾക്കാമോ? ഓഡിയോ ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ റെഡി. ബോറുണ്ടെന്ന് കരുതുന്നു. അപ്പൊ നമ്മളിന്ന് നമ്മളെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുവാൻ സാധ്യതയുള്ള ഒരു ഏരിയ ഉണ്ട്. ആരോടെങ്കിലും ഒരാളോടെങ്കിലും ചോദിച്ചാൽ, ഏതെങ്കിലും ഒരാളോട് ചോദിക്കാം, ഒരാളോടല്ല, അതായത് ഈ ഭാഗത്ത് നിന്ന് എന്തായാലും മസ്റ്റായിട്ട് 100% മസ്റ്റായിട്ടൊരു ചോദ്യം ഉണ്ടാകാം. അപ്പം അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് ദേശീയ വിദ്യാഭ്യാസ നയം, അതായത് പുതിയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്ന കാര്യമാണ്. പുതിയ വിദ്യാഭ്യാസ നയം, അതായത് NEP എന്ന് പറയും. NEP, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്ന പുതിയ വിദ്യാഭ്യാസ നയം, അല്ലെങ്കിൽ അതിന് നമ്മൾ ദേശീയ വിദ്യാഭ്യാസ നയം എന്നും പറയും. ദേശീയ വിദ്യാഭ്യാസ നയം 2020. പുതിയ വിദ്യാഭ്യാസ നയം 2020. പല പേരുകളിൽ നമ്മൾ പറയും. ഓക്കെ, പുതിയ വിദ്യാഭ്യാസ നയം 2020, അല്ലെങ്കിൽ പുത്തൻ വിദ്യാഭ്യാസ നയം, അല്ലെങ്കിൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി. അത് നയം എന്ന് പറയുന്നത് ടുവേഴ്സ് നോളജ് എക്കണോമി എന്നുള്ളതാണ്. ടുവേഴ്സ് നോളജ് എക്കണോമി എന്നുള്ളതാണ്. നമ്മൾ പുതിയ വിദ്യാഭ്യാസ നയത്തെ കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ നയം 2020 എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നത് ടുവേഴ്സ് നോളജ് എക്കണോമി എന്നാണ് അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ പുത്തൻ വിദ്യാഭ്യാസ നയമെന്നോ, പുതിയ വിദ്യാഭ്യാസ നയമെന്നോ, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 എന്നോ ഒക്കെ നമ്മൾ അറിയപ്പെടും. ഓക്കെ, അപ്പം ഈ പുതിയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം പുത്തൻ വിദ്യാഭ്യാസ നയം 2020, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, അല്ലെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ദേശീയ വിദ്യാഭ്യാസ നയം, അല്ലെങ്കിൽ പുതിയ വിദ്യാഭ്യാസ നയം എന്ന് പറയുമ്പോൾ അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതായത് ഈ പുത്തൻ വിദ്യാഭ്യാസ നയം രൂപീകരിക്കുന്നതിനായി നമ്മുടെ കേന്ദ്ര മാനവ ശേഷി വകുപ്പ്, കേന്ദ്ര മാനവ ശേഷി വകുപ്പ്
കേന്ദ്ര മാനവശേഷി വകുപ്പ്. ഇപ്പോൾ കേന്ദ്ര മാനവശേഷി വകുപ്പിന്റെ പേരെന്താണ്? ഇപ്പോൾ എന്തായി? കേന്ദ്ര മാനവശേഷി വകുപ്പ് എന്തായിട്ട് മാറിയിടെ? ഇപ്പോൾ അതായത് മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ കേന്ദ്ര മാനവശേഷി വകുപ്പ് അഥവാ കേന്ദ്ര മാനവശേഷി മന്ത്രാലയം എന്നൊക്കെ നമ്മൾ വിളിക്കും. മന്ത്രാലയം. ഇപ്പോൾ ഇതിന്റെ പേര് കേന്ദ്ര മാനവശേഷി മന്ത്രാലയത്തിന്റെ പേര് ഇപ്പൊ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എന്നാക്കി മാറ്റിയിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രാലയം. ഇപ്പോൾ ഇതിനെ നമ്മൾ വിദ്യാഭ്യാസ മന്ത്രാലയം എന്നാണ് അറിയപ്പെടുന്നത്. വിദ്യാഭ്യാസ മന്ത്രാലയം എന്നാണ് ഇപ്പോൾ നമ്മൾ അറിയപ്പെടുന്നത്. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എന്നാണ് ഈ മാനവ വിഭവശേഷി വകുപ്പ്, കേന്ദ്ര മാനവശേഷി വകുപ്പിനെ ഇപ്പോൾ നിലവിൽ 2025 നമ്മൾ അറിയപ്പെടുന്നത് വിദ്യാഭ്യാസ മന്ത്രാലയം എന്നാണ്. വിദ്യാഭ്യാസ മന്ത്രാലയം. അപ്പോൾ നമ്മൾ പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ പറ്റി, പുതിയ വിദ്യാഭ്യാസ നയം 2020 കുറിച്ച് പഠിക്കുമ്പോൾ, NEP കുറിച്ച് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ പുത്തൻ വിദ്യാഭ്യാസ നയത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പുത്തൻ വിദ്യാഭ്യാസ നയം, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 എന്ന് പറയുന്ന ടുവേഴ്സ് നോളജ് എക്കണോമി എന്ന് പറയുന്ന ഈ ഒരു കാര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി, രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു നയം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ആ മന്ത്രാലയം, അതായത് കേന്ദ്ര മാനവശേഷി വകുപ്പ് അന്നുണ്ടായിരുന്ന, ഇന്നാണ് വിദ്യാഭ്യാസ മന്ത്രാലയമായിട്ട് മാറിയത്, അങ്ങനെയുള്ള കേന്ദ്ര മാനവശേഷി വകുപ്പ് രൂപം നൽകിയ ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയുടെ തലവൻ എന്ന് പറയുന്നത്, ചെയർമാൻ എന്ന് പറയുന്നത് ആരായിരുന്നു? ഇവിടെ ആരെങ്കിലും അറിയാമോ? ആ കമ്മിറ്റിയുടെ തലവൻ ആരായിരുന്നു? അല്ല, അതാണ് നമ്മൾ ശ്രദ്ധിച്ച്, അവർ ചോദിക്കുന്ന ചോദ്യം നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പൊ അവർ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചോദിക്കും, അതായത് കേന്ദ്ര മാനവ ശേഷി മന്ത്രാലയം അല്ലെങ്കിൽ വകുപ്പ് രൂപം നൽകിയ പുത്തൻ വിദ്യാഭ്യാസ നയത്തിന്റെ കമ്മിറ്റിയുടെ തലവൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യമായിട്ട് ആ കമ്മിറ്റി ഉണ്ടാക്കുന്നത് 2015 2015 ആ കമ്മിറ്റി രൂപീകരിക്കുന്നത്. 2015 ആ 2015 ആ കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ അതിന്റെ തലവൻ എന്ന് പറയുന്നത് TSR, നിങ്ങൾക്ക് പറയാമല്ലോ, TSR സുബ്രഹ്മണ്യൻ അല്ലെ? TSR സുബ്രഹ്മണ്യനായിരുന്നു. TSR സുബ്രഹ്മണ്യനാണ് 2015 ഈ പുത്തൻ വിദ്യാഭ്യാസ നയം കേന്ദ്ര മാനവശേഷി വകുപ്പ് രൂപീകരിക്കുമ്പോൾ അതിന്റെ തലവനായിരുന്നത് TS സുബ്രഹ്മണ്യൻ. ഈ സുബ്രഹ്മണ്യനാണ് നമ്മുടെ ഈ എന്താ പറയാ, എന്തുകൊണ്ടുവന്നത്? നമ്മുടെ ടീച്ചർ ആവാൻ വേണ്ടി എന്തും കൂടി വേണമെന്ന് പറഞ്ഞത്? അതും ചോദിക്കാം. ഈ TS സുബ്രഹ്മണ്യൻ തന്നെയാണ് എന്ത് പറഞ്ഞത്? ഈ TSR സുബ്രഹ്മണ്യൻ വേറൊരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഏതോ ഒരു ടെസ്റ്റ് നിർബന്ധമാക്കിയ കമ്മിറ്റിയുടെ തലവനും ഇദ്ദേഹമായിരുന്നു, അല്ലെങ്കിൽ ആ കമ്മിറ്റിയുടെ ചെയർമാൻ ഇദ്ദേഹമായിരുന്നു. ഏത് കമ്മിറ്റി എന്ന് പറയാമോ? എനിവിടെ നല്ലൊരു ചോദ്യമാണ്, നല്ലൊരു കാര്യമാണ് അവിടെ ചോദിക്കാൻ സാധ്യതയുള്ള. എന്താണ്? നിങ്ങൾ എഴുതി പാസ്സായിരിക്കുന്ന ടെറ്റ്, ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ്, ടെറ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ടീച്ചർ ആകുന്നതിന് ടെറ്റ് നിർബന്ധമാക്കണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റിയുടെ തലവൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആരാണ്? TSR സുബ്രഹ്മണ്യം. അപ്പൊ ആ കമ്മിറ്റിയെ, ടെറ്റ് നിർബന്ധമാക്കാൻ നിയോഗിച്ച കമ്മിറ്റിയെ അറിയപ്പെടുന്നത് സുബ്രഹ്മണ്യൻ കമ്മിറ്റി എന്നാണ്. കാരണം അതിന്റെ ചെയർമാൻ സുബ്രഹ്മണ്യനായിരുന്നു. അതുകൊണ്ട് ആ കമ്മിറ്റിയെ നമ്മൾ സുബ്രഹ്മണ്യൻ കമ്മിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ TSR സുബ്രഹ്മണ്യനെ പറ്റി പഠിക്കുമ്പോഴത്തേക്ക് ഇത് മാത്രമല്ല, 2015
പുത്തൻ വിദ്യാഭ്യാസ നയത്തിന്റെ കമ്മിറ്റിയുടെ തലവനായതും TS സുബ്രഹ്മണ്യനായിരുന്നു. ടെറ്റ് നിർബന്ധമാക്കാൻ നിയോഗിച്ച കമ്മിറ്റിയുടെ തലവനും സുബ്രഹ്മണ്യനായിരുന്നു. അല്ലെങ്കിൽ ടെറ്റിന്റെ കമ്മിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ സുബ്രഹ്മണ്യൻ കമ്മിറ്റിയാണ്. അതുപോലെ തന്നെ 4 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 4 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 4 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 4 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പ്രീ സ്കൂൾ വിദ്യാഭ്യാസം. ഇതാണ് പ്രീ സ്കൂൾ വിദ്യാഭ്യാസം. പ്രീ സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഏതാണ്? പ്രീ സ്കൂൾ വിദ്യാഭ്യാസം ഏതാ? പ്രീ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഏതാ? ഏതാണ് പ്രീ സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്? നഴ്സറി സ്കൂൾ അല്ലെ, LKG ആൻഡ് UKG എന്ന് പറയുന്നത്. ആ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം അവരുടെ അവകാശമാണെന്ന്. പ്രീ സ്കൂൾ വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശമാണ്. പ്രീ സ്കൂൾ വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശമാണ്. അത് ഉടനടി നടപ്പിലാക്കുക. 4 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പ്രീ സ്കൂൾ വിദ്യാഭ്യാസം അവരുടെ അവകാശമാണെന്നും അത് ഉടനടി നടപ്പിലാക്കണമെന്നും നിർദ്ദേശിച്ച കമ്മിറ്റി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാലും TSR സുബ്രഹ്മണ്യൻ കമ്മിറ്റിയാണ്. TSR സുബ്രഹ്മണ്യൻ കമ്മിറ്റി തന്നെയാണ്. TSR സുബ്രഹ്മണ്യൻ കമ്മിറ്റി തന്നെയാണ് ഈ കമ്മിറ്റിയുടെയും തലവൻ, ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പൊ നോക്കി എന്തെല്ലാം കാര്യങ്ങള്. 2015 കേന്ദ്ര മാനവശേഷി വകുപ്പ്, ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രാലയം എന്നറിയപ്പെടുന്ന കേന്ദ്ര മാനവശേഷി വകുപ്പ് ടുവേഴ്സ് നോളജ് എക്കോണമി എന്ന് പറയുന്ന ദേശീയ വിദ്യാഭ്യാസ നയം NEP അല്ലെങ്കിൽ പുതിയ വിദ്യാഭ്യാസ നയം അത് രൂപീകരിക്കുമ്പോൾ ആദ്യത്തെ അതിന്റെ കമ്മിറ്റിയുടെ തലവനായിട്ടുള്ള ചെയർമാനായിട്ടുള്ള ആളായിരുന്നു TS സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ നമ്മുടെ ടെറ്റ്, അതായത് ടീച്ചർ ആകുന്നതിന് വേണ്ടി ടെറ്റ് നിർബന്ധമാക്കാൻ നിയോഗിച്ച അല്ലെങ്കിൽ പറഞ്ഞ ആ കമ്മിറ്റി, അതിനെയും സുബ്രഹ്മണ്യൻ കമ്മിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ 4 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ പ്രീ സ്കൂളിൽ LKG UKG പ്രീ സ്കൂളുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രീ സ്കൂളിൽ അവരുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അവരുടെ അവകാശമാണെന്നും അത് നടപ്പിലാക്കാനും ആവശ്യപ്പെട്ട കമ്മിറ്റി എന്ന് പറയുന്നതും TSR സുബ്രഹ്മണ്യൻ കമ്മിറ്റി തന്നെയാണ്. ഓർത്തിരിക്കുക. ഇനി നേരത്തെ ഒരാൾ ഒരു പേര് പറഞ്ഞു. ഞാന് പുത്തൻ വിദ്യാഭ്യാസ നയം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു പേര് പറഞ്ഞു. എന്തായിരുന്നു ആ പേര്? ഒരു പേര് പറഞ്ഞായിരുന്നല്ലോ. എന്തായിരുന്നു ആ പേര്? ഡോക്ടർ കെ കസ്തൂരിരംഗൻ. ഒരുപാട് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ് കസ്തൂരിരംഗൻ എന്ന് പറയുന്നത്. വിദ്യാഭ്യാസവുമായിട്ടും നമ്മുടെ പ്രകൃതിയുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. കസ്തൂരിരംഗൻ എന്താണ് കസ്തൂരിരംഗന് ഈ NEP 2020 ഉള്ള ബന്ധം, പുത്തൻ വിദ്യാഭ്യാസ നയവുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുത്തൻ വിദ്യാഭ്യാസ നയത്തിന്റെ കരട് രൂപം എന്താണ്ട് പുത്തൻ വിദ്യാഭ്യാസ നയത്തിന്റെ കരട് രൂപം എന്ന് പറയുന്നത് അല്ലെ, പുത്തൻ വിദ്യാഭ്യാസ നയത്തിന്റെ NEP-യുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ കരട് രൂപം, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ കരട് രൂപം തയ്യാറാക്കിയ സമിതിയുടെ അധ്യക്ഷനാണ് ആരെന്ന് പറയുന്നത് ഈ കസ്തൂരിരംഗൻ എന്ന് പറയുന്നത്. കേട്ടോ, അതാണ് കസ്തൂരിരംഗന് NEP-യുള്ള ബന്ധം എന്ന് പറയുന്നത്. അപ്പൊ കസ്തൂരിരംഗനെ കുറിച്ച് കേൾക്കുമ്പോഴത്തേക്ക് NEP-യുമായിട്ട് ബന്ധപ്പെട്ട് കസ്തൂരിരംഗനെ കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് ഏതിന്റെ കരട് രൂപം? NEP-യുടെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ കരട് രൂപം തയ്യാറാക്കിയ ആ സമിതിയുടെ ഇതെങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം, എങ്ങനെയാണ് ഈ NEP നടപ്പിലാക്കേണ്ടതെന്നൊക്കെ എഴുതി തയ്യാറാക്കി അതിന്റെ ഒരു അവസാനത്തെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്. നമ്മൾ ഭരണഘടനയുടെ കരട് രൂപം എന്ന് പറയത്തില്ലേ, ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി കേട്ടില്ലേ? ഭരണഘടന പഠിക്കുമ്പോ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഓക്കെ.
ജവഹർലാൽ നെഹ്റുവും പോറ്റി ശ്രീരാമലുവും ഡോക്ടർ അംബേദ്കറും അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ. അപ്പൊ ആ കരട് രൂപം ഉണ്ടാക്കിയ കമ്മിറ്റിയിൽ. അപ്പം അങ്ങനെ ഇതുപോലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ കരട് രൂപം തയ്യാറാക്കിയ സമിതിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരായിരുന്നു? നമ്മുടെ ഡോക്ടർ കെ കസ്തൂരിരംഗൻ ആയിരുന്നു. ഡോക്ടർ കെ കസ്തൂരിരംഗൻ ആയിരുന്നു. അപ്പൊ അതാണ് ഇവിടെ കസ്തൂരിരംഗനെ കുറിച്ച് നിങ്ങൾ ഇവിടെ NEP-യിൽ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. അപ്പൊ നന്നായിട്ട് ആ ഒരു കാര്യം ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ ഈ NEP എന്ന് പറയുക, അപ്പൊ കരട് രൂപം കസ്തൂരിരംഗൻ തയ്യാറാക്കിയിട്ട് അത് സെൻട്രൽ ഗവൺമെന്റിന് സമർപ്പിക്കും. അങ്ങനെ സെൻട്രൽ ഗവൺമെന്റിന് സമർപ്പിച്ചപ്പോഴത്തേക്ക് അത് കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചത്, അത് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചത്, അതിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചത് എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അറിയാൻ പറയട്ടെ, കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചത് എന്നാണ്? അതുകൊണ്ടാണല്ലോ ഡേറ്റ് നമ്മൾ എഴുതുന്നത് 2020 ജൂലൈ മാസം 29-നാണ്. 2020 ജൂലൈ മാസം 29-നാണ് ഈ NEP-ക്ക് പുത്തൻ വിദ്യാഭ്യാസ നയത്തിന് അതിന്റെ കേന്ദ്ര മന്ത്രിസഭയുടെ, അതായത് ലോക്സഭയും രാജ്യസഭയും ഒക്കെ അംഗീകരിച്ച് അത് പ്രസിഡന്റ് അടുത്ത് ചെന്ന് പ്രസിഡന്റ് ഒപ്പിട്ട് അതുപോലെ സുപ്രീം കോടതിയിൽ പോയി അതിന്റെ കാര്യങ്ങളെല്ലാം നടന്ന് അതിനുശേഷം മൊത്തത്തില് അതൊരു നിയമമായിട്ട് അല്ലെങ്കിൽ അംഗീകാരമായിട്ട് അതൊരു ഓർഡറായിട്ട് വരുന്നത് 2020 ജൂലൈ 29-നാണ്. 2020 ജൂലൈ 29. മറന്നുപോകരുത്, ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ. അപ്പൊ പരീക്ഷ ചോദിക്കും, ഈ 2015 തുടങ്ങിയ TSR സുബ്രഹ്മണ്യൻ നേതൃത്വം നൽകിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അവസാന രൂപം തയ്യാറാക്കിയ സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? കസ്തൂരിരംഗൻ. അവസാന രൂപം എന്ന് പറയുന്നതാണ് നമ്മൾ പറഞ്ഞ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്, അല്ലെ? കമ്മിറ്റി ഫോർ ദ ഡ്രാഫ്റ്റ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. ഡ്രാഫ്റ്റ് കരട് രൂപം എന്ന് പറയുന്ന ഡ്രാഫ്റ്റ് ആണ്. ആ ഡ്രാഫ്റ്റ്, ദാറ്റ് ഈസ് അവസാന രൂപം. ആ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് അതാരെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ അധ്യക്ഷനാണ് ഡോക്ടർ കെ കസ്തൂരിരംഗൻ എന്ന് പറയുന്നത്. ഡോക്ടർ കെ കസ്തൂരിരംഗൻ. അപ്പം ഈ ഡോക്ടർ കെ കസ്തൂരിരംഗനെ കുറിച്ചും NEP-യെ പറ്റിയും TSR സുബ്രഹ്മണ്യനെ കുറിച്ചും പഠിക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം, നമ്മുടെ ആദ്യത്തെ വിദ്യാഭ്യാസ നയം, ഒന്നാമത്തെ വിദ്യാഭ്യാസ നയം, അല്ലെ? ഇന്ത്യയുടെ ഭാവി നിർണയിക്കപ്പെടുന്നത് ക്ലാസ് മുറികളിലാണ് എന്ന് അഭിപ്രായപ്പെട്ട ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നു നമുക്കില്ലേ? ആരാണ് ആ കമ്മീഷൻ? വെരി ഗുഡ്. 1964 മുതൽ 1966 കാലഘട്ടത്തില് നിലവിൽ വന്ന ഒരു കമ്മീഷൻ ഉണ്ട്. നമുക്കറിയാം, കോത്താരി കമ്മീഷൻ എന്ന് പറയുന്നത്. കോത്താരി കമ്മീഷൻ നമ്മുടെ വിദ്യാഭ്യാസ നയം 10+2+3 അല്ലെ? 1 മുതൽ 10 വരെ, പിന്നെ +1 +2, പിന്നെ 3 വർഷം ഡിഗ്രി. ഈ ഒരു രീതിയിൽ ഈ ഒരു പഠനക്രമം നിർദ്ദേശിച്ച കമ്മീഷനാണ് ഈ 64-66 കോത്താരി കമ്മീഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോത്താരി കമ്മീഷൻ നമ്മൾ പറയും അധ്യാപകരുടെ വെരി ഗുഡ് അധ്യാപകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഈ കോത്താരി കമ്മീഷനാണ്. അല്ലെങ്കിൽ വയോജന വിദ്യാഭ്യാസം, പ്രായമുള്ളവർക്ക്, വയസ്സായവർക്കും കൂടി വിദ്യാഭ്യാസം കൊടുക്കുക. അങ്ങനെ വയോജന വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയ ഒരു കമ്മീഷനും കോത്താരി കമ്മീഷനായിരുന്നു. അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള പഠനം സാധ്യമാക്കിയതും അല്ലെങ്കിൽ മുഖ്യ വിഷയമായിട്ട് എടുത്ത ആ ഒരു കമ്മീഷനും ഈ കമ്മീഷൻ കോത്താരി തന്നെയാണ്. വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള കാര്യം മുഖ്യ വിഷയമാക്കി എടുത്ത ഒരു കമ്മിറ്റിയും ഈ കോത്താരി കമ്മീഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കോത്താരി കമ്മീഷൻ
അഭിപ്രായപ്പെട്ടത് എന്തെന്ന്? ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് എവിടെയാണെന്ന്? ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് എവിടെയാണെന്ന്? ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ക്ലാസ് മുറികളിലാണ്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ക്ലാസ് മുറികളിലാണ്. എന്ന് അഭിപ്രായപ്പെട്ട കമ്മിറ്റിയും ഈ കമ്മിറ്റി തന്നെയാണ്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ക്ലാസ് മുറികളിലാണ് എന്ന് അഭിപ്രായപ്പെട്ട കമ്മിറ്റിയും ഈ കോത്താരി കമ്മിറ്റി തന്നെയായിരുന്നു. ഡോക്ടർ DS കോത്താരി എന്നാണ് ഫുൾ കമ്മീഷന്റെ പേര്, അല്ലേ? അപ്പോ വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ മുഖ്യ വിഷയമാക്കി മാറ്റിക്കൊണ്ട് 10+2+3 എന്ന് പറയുന്ന ഒരു പഠനക്രമം നിർദ്ദേശിച്ചുകൊണ്ട് വയോജന വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നിറയിക്കൊണ്ടുവന്ന ഈ കമ്മിറ്റി, ഈ ഡോക്ടർ DS കോത്താരി കമ്മീഷൻ ഒരു റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിക്കപ്പെടുകയുണ്ടായി. സമർപ്പിച്ച ഈ കമ്മിറ്റി, ആ റിപ്പോർട്ടിന്റെ ഫലമായിട്ട്, ഈ കോത്താരി കമ്മിറ്റി സമർപ്പിച്ച ആ റിപ്പോർട്ടിന്റെ ഫലമായിട്ടാണ് അന്നത്തെ ഇന്ത്യൻ ഗവൺമെന്റ്, അതായത് 1968 ഇന്ത്യൻ ഗവൺമെന്റ് ആദ്യമായിട്ട് എന്ത് പ്രഖ്യാപിക്കുന്നത്? ദേശീയ വിദ്യാഭ്യാസ നയം, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആദ്യമായിട്ട് 1968 DS കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയിട്ട് 1968 ഇന്ത്യൻ ഗവൺമെന്റ് ഒരു വിദ്യാഭ്യാസ നയം ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ 1968 ഇന്ത്യ ഭരിക്കുന്നത് ഇന്ത്യയുടെ ഉരുക്ക് വനിത എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധിയായിരുന്നു, അല്ലെ? പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയായിരുന്നു, അല്ലെ? എല്ലാ വിദ്യാഭ്യാസ ഘടകങ്ങളിലും വർക്ക് എക്സ്പീരിയൻസ്, പ്രവൃത്തി പരിചയം, അല്ലെ? എല്ലാ വിദ്യാഭ്യാസ ഘടകങ്ങളിലും പ്രവൃത്തി പരിചയം നൽകണം, പ്രവൃത്തി പരിചയം നടപ്പിലാക്കണം എന്ന് നിർദ്ദേശിച്ച കമ്മിറ്റിയും കൂടിയായിരുന്നു ഈ കോത്താരി കമ്മിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ 1968 ഈ ഒന്നാം ദേശീയ വിദ്യാഭ്യാസം വരുന്നു. അതിനുശേഷം ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം പുതിയ പ്രധാനമന്ത്രി വരുന്നു. 1986 ഒരു പുതിയ പ്രധാനമന്ത്രി, ഇന്ദിരാഗാന്ധിയുടെ ആരാണ് അടുത്ത പ്രധാനമന്ത്രിയായിട്ട് വരുന്നത്? കോൺഗ്രസ് നിന്ന് രാജീവ് ഗാന്ധി. 1986 ആരാണ് പ്രധാനമന്ത്രി? രാജീവ് ഗാന്ധി. ഇത് അറിഞ്ഞിട്ടേ നമുക്ക് 2020 പോകാൻ പറ്റുള്ളൂ. അപ്പം ഇവിടെ നിന്നൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. അപ്പം 1900, അതായത് പഠിക്കാൻ എളുപ്പമാണ്. 68 എന്ത് ചെയ്താൽ മതി? ഒന്നാം വിദ്യാഭ്യാസ നയം 68, അതിന് എന്ത് ചെയ്താൽ മതി? തിരിച്ചെഴുതിയാ പോരെ? തിരിച്ചിട്ട് കഴിഞ്ഞാൽ രണ്ടാം വിദ്യാഭ്യാസ നയമാവും. ഒന്നാം ദേശീയ വിദ്യാഭ്യാസ നയത്തെ തിരിച്ചിട്ട് കഴിഞ്ഞാല് രണ്ടാം വിദ്യാഭ്യാസ നയമാവും. ഒന്നാം വിദ്യാഭ്യാസ നയം 68, 68 തിരിച്ചിടുമ്പോഴത്തേക്ക് 86 ആവും. മറന്നു പോകത്തില്ല, പഠിക്കാനൊക്കെ എളുപ്പമാണ്, ഓർത്ത് വയ്ക്കാനൊക്കെ എളുപ്പമാണ്. അപ്പം ഒന്നാമതിലെ ഇന്ദിരാഗാന്ധി, രണ്ടാമതിലെ ഇന്ദിരാഗാന്ധിയുടെ മകൻ രാജീവ് ഗാന്ധി. അപ്പൊ ഈ രാജീവ് ഗാന്ധിയാണ് രണ്ടാം വിദ്യാഭ്യാസ നയം പ്രഖ്യാപിക്കുന്നത്. ഇദ്ദേഹമാണ് 86 ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തെ തുടർന്നാണ് നമ്മുടെ സംസ്ഥാനത്തിലെ ഓരോ സംസ്ഥാനത്തിലെയും ഓരോ ജില്ലകളിലും എന്ത് വരുന്നത് നിങ്ങൾ ഇന്നലെ പറഞ്ഞ ഡയറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം വരുന്നത്, അല്ലേ? അധ്യാപക പരിശീലനത്തിന് ഡയറ്റ് സ്ഥാപിക്കണം എന്ന് നിർദ്ദേശിച്ച വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് 1986 ഈ രണ്ടാം വിദ്യാഭ്യാസ നയമാണ്. അതുപോലെ തന്നെ ഈ 1986 രാജീവ് ഗാന്ധിയുടെ കാലത്ത് കൊണ്ടുവന്ന രണ്ടാം വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്. അത് 1987 നടപ്പിലാക്കുന്നത്. അതിനാണ് നമ്മൾ പറയുന്നത് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത് ഈ രണ്ടാം വിദ്യാഭ്യാസ നയവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത്. അങ്ങനെ
86 കൊണ്ടുവന്ന ഈ രണ്ടാം വിദ്യാഭ്യാസ നയത്തെ ഒന്ന് പഠിച്ച് പുനരാവിഷ്കരിച്ച് അല്ലെങ്കിൽ പുനഃപരിശോധിച്ച് കുറെ നിർദ്ദേശങ്ങൾ നൽകിയ ഒരു കമ്മിറ്റി ഉണ്ട്. അത് 86 തന്നെയാണ് ആ കമ്മിറ്റി വരുന്നത്. 86 തന്നെയാണ് ആ നിർദ്ദേശ കമ്മിറ്റി വരുന്നത്. അത് നിങ്ങൾ പഠിക്കുക. ആ കമ്മിറ്റി റിപ്പോർട്ട് കൊടുക്കുന്നത് എന്നാണ് 1986 86 ദേശീയ വിദ്യാഭ്യാസ നയത്തെ പഠിച്ച് അതിന് റിപ്പോർട്ട് നൽകുന്നത് 1990 ആ റിപ്പോർട്ട് നൽകിയ കമ്മിറ്റിയാണ് ആരെന്ന് പറയുന്നത് ആചാര്യ രാമമൂർത്തി അല്ലെ, ആചാര്യ രാമമൂർത്തി കമ്മീഷൻ. അപ്പൊ 86 രണ്ടാം വിദ്യാഭ്യാസ നയത്തെ കുറിച്ച് പുനഃപരിശോധന നടത്തിയ അല്ലെങ്കിൽ അത് മെച്ചപ്പെട്ട രീതിയിൽ നടപ്പിലാക്കണമെന്നൊരു റിപ്പോർട്ട് നൽകിയ കമ്മിറ്റി 1990 ആചാര്യ രാമമൂർത്തി കമ്മിറ്റി. പിന്നെ 93 വേറൊരു പുതിയ കമ്മിറ്റി വരുന്നു. ഏതാണ്? അതായത് വിദ്യാർത്ഥികളുടെ പ്രവൃത്തി ഭാരം കുറയ്ക്കുക, വിദ്യാർത്ഥികളുടെ പ്രവൃത്തി ഭാരം കുറയ്ക്കുക എന്നും പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികളുടെ പ്രവൃത്തി ഭാരം കുറയ്ക്കുക എന്നും പറഞ്ഞിട്ടൊരു കമ്മിറ്റി വരുന്നുണ്ട്. ആരാണ്ടാണ് പ്രവൃത്തി ഭാരം കുറയ്ക്കാനായിട്ട് കൊണ്ടുവന്ന കമ്മിറ്റി? വെരി ഗുഡ് യശ്പാൽ. വിദ്യാർത്ഥികളുടെ പ്രവൃത്തി ഭാരം കുറയ്ക്കുക, വിദ്യാർത്ഥികളുടെ പ്രവൃത്തി ഭാരം കുറയ്ക്കുക എന്ന് പറഞ്ഞുകൊണ്ടൊരു കമ്മിറ്റി വരുന്നു. ആ കമ്മിറ്റിയാണ് യശ്പാൽ കമ്മിറ്റി എന്ന് പറയുന്നത്. യശ്പാൽ കമ്മിറ്റി എന്ന് പറയുന്നത് ആ യശ്പാൽ കമ്മിറ്റി പറഞ്ഞതാണ് ഇംഗ്ലീഷ് നമ്മൾ പറയുന്നതാണ് ലേണിംഗ് വെരി ഗുഡ്, ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ എന്ന് പറയുന്നത്. അമിതഭാരമില്ലാതെയുള്ള പഠനം. ഓക്കെ, അമിതഭാരമില്ലാതെയുള്ള പഠനം, അതാണ് ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ എന്ന് പറയുന്നത്. അമിതഭാരം ഇല്ലാതെയുള്ള പഠനം. ഓക്കെ, 1993 യശ്പാൽ കമ്മിറ്റി എന്നാണ്ട് യശ്പാൽ കമ്മിറ്റി എന്നാ വരുന്നത് 1993 യശ്പാൽ കമ്മിറ്റി വരുന്നത് 1993 ആചാര്യ രാമമൂർത്തി 90. ഓക്കെ, 90. അതിനുമുമ്പ് ഒരുപാട് കമ്മിറ്റികളുണ്ട്. മുതലിയാറും രാധാകൃഷ്ണനും അതുപോലെ തന്നെ അങ്ങനെ കുറെ കമ്മിറ്റികൾ അവിടെ വരുന്നുണ്ട്. സാജന്റ് വരുന്നുണ്ട്, സക്കീർ ഹുസൈൻ വരുന്നുണ്ട്, അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി വരുന്നുണ്ട്, നമ്മുടെ നയൻ താലീം എന്ന് പറയുന്ന അങ്ങനെ കുറെ. പിന്നെ ഹട്ടോവ് കമ്മിറ്റി വരുന്നുണ്ട്, സാഡലർ ഉണ്ട്, റെയിലി ഉണ്ട്, ഹണ്ടർ ഉണ്ട്, വുഡ് ഡെസ്പാച്ച് ഉണ്ട്, മെക്കാളെ മിനിറ്റ്സ് ഉണ്ട്. അതിനെ കുറിച്ചൊക്കെ വായിച്ച് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പം ഇതിനുശേഷം 2009 ആഗസ്റ്റ് ആകുമ്പോഴത്തേക്ക് 93 ശേഷം 2009 ഓഗസ്റ്റ് മാസം 4 തീയതി 2009 ഓഗസ്റ്റ് മാസം 4 തീയതി എന്ത് വരുന്നു? 2009 ഓഗസ്റ്റ് മാസം 4 എന്ത് വരുന്നു? വിദ്യാഭ്യാസ അവകാശ നിയമം അല്ലേ? വിദ്യാഭ്യാസ അവകാശ നിയമം വരുന്നു. അതായത് ആരംഭിക്കുന്നു വിദ്യാഭ്യാസ അവകാശ നിയമം ആരംഭിക്കുന്നത് ഓഗസ്റ്റ് 4 2009. അതിനുശേഷം വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വരുന്നത്, ഇന്ത്യയിലെ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് നിലവിൽ വന്നത്? 2010 ഏപ്രിൽ 1 2010 ഏപ്രിൽ 1 2010 ഏപ്രിൽ 1 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വരുന്നു. അതിനുശേഷം 2015 ഒരു എൻ ഗോപാലസ്വാമി കമ്മീഷൻ ഉണ്ട്. അതായത് സംസ്കൃത ഭാഷയുടെ ഉന്നമനവുമായി ബന്ധപ്പെട്ട് ഒരു കമ്മിറ്റി വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ കാലഘട്ടങ്ങളെ കഴിഞ്ഞ് പോയിട്ടാണ് ഈ 2015 കേന്ദ്ര മാനവശേഷി വകുപ്പ് മന്ത്രാലയം ഒരു കമ്മിറ്റിക്ക് രൂപം നൽകുന്നത്. ആ കമ്മിറ്റിയാണ് NEP എന്ന് പറഞ്ഞ നമ്മൾ ആദ്യം പറഞ്ഞ സാധനം. 2015 NEP എന്ന് പറഞ്ഞ കമ്മിറ്റി രൂപീകരിക്കുന്നു. കേന്ദ്ര മാനവശേഷി വകുപ്പ് 2015. അതിന്റെ ചെയർമാനായിരുന്നു ആരെന്ന് പറയുന്നത്? ആരെന്ന് പറഞ്ഞിരുന്നത്? ആര്
TSR സുബ്രഹ്മണ്യൻ. ഈ 2015 ഈ പുത്തൻ വിദ്യാഭ്യാസ നയത്തിന്റെ കമ്മിറ്റിയുടെ ആദ്യഘട്ടം രൂപീകരണത്തിന്റെ ആദ്യഘട്ടം 2015 ആ കമ്മിറ്റി രൂപീകരിക്കുന്നത്, കേന്ദ്ര മാനവശേഷി വകുപ്പ്. അപ്പോൾ ആ കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ അതിന്റെ തലവൻ TSR സുബ്രഹ്മണ്യനായിരുന്നു. അതിനുശേഷം 2020 ആ പുത്തൻ വിദ്യാഭ്യാസ നയത്തിന്റെ, പുത്തൻ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ആ കരട് രൂപം, അവസാന റിപ്പോർട്ട്, ഡ്രാഫ്റ്റിംഗ് റിപ്പോർട്ട് അത് തയ്യാറാക്കിയ സമിതിയുടെ അധ്യക്ഷനായിരുന്നു ആരെന്ന് പറയുന്നത് ഡോക്ടർ കെ കസ്തൂരി രംഗൻ എന്ന് പറയുന്നത്. ഡോക്ടർ കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. ഓക്കെ. കാരണം വെച്ച് കഴിഞ്ഞാല് ഈ TSR സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത് നമ്മുടെ അന്നത്തെ, അതായത് 2015 തൊട്ട് മുമ്പത്തെ ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്നു. ഓക്കെ. ആ ക്യാബിനറ്റ് സെക്രട്ടറിയെയാണ് ഇതിന്റെ തലവനാക്കിയത്. ഈ NEP 2015 അതിന്റെ ചെയർമാനാക്കി മാറ്റുന്നത്. അതായത് പുത്തൻ വിദ്യാഭ്യാസ നയത്തിനുള്ള ഒരു കൺസൾട്ടേഷൻ ഒക്കെ ആരംഭിക്കുന്നത് 2015. അപ്പോൾ അതിന്റെ തലവനാണ് TSR സുബ്രഹ്മണ്യൻ നായർ. ഓക്കെ. പിന്നീട് അതാണ് അതിന്റെ നാൾ വഴികൾ. അതിന് മുമ്പുള്ള ചരിത്രം ഇത്ര നമ്മൾ പറഞ്ഞത്. അപ്പൊ 2015 TSR ആണ്, TSR സുബ്രഹ്മണ്യമാണ് ഇതിന്റെ അധ്യക്ഷനായിട്ട് വരുന്നത്. പിന്നീട് 2019 ജൂൺ മാസം, 2019 ജൂൺ, മനസ്സിലായില്ലേ? 2019 ജൂൺ മാസം ഈ കസ്തൂരി രംഗൻ എന്ത് ചെയ്യുന്നു? ഇതിന്റെ ഒരു കരട് രേഖ സമർപ്പിക്കുന്നു ഇന്ത്യൻ ഗവൺമെന്റിന്. കസ്തൂരി രംഗന്റെ നേതൃത്വത്തിലുള്ള, കസ്തൂരി രംഗനായിരുന്നു ചെയർമാൻ, വേറെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. ഓക്കെ. അങ്ങനെ 2019 കസ്തൂരി രംഗൻ കരട് രേഖ സമർപ്പിക്കുന്നത്. കരട് രേഖ സമർപ്പിക്കുന്നത് 2019 സമർപ്പിക്കുന്നത്. ആ സമർപ്പിച്ചതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. എന്താണ് അംഗീകാരം കിട്ടുന്നത്? ആ സമർപ്പിച്ചതിനുള്ള അംഗീകാരം എന്നാ കിട്ടുന്നവിടെ? എന്നാണ് അംഗീകാരം കിട്ടിയത്? എന്നായിരുന്നു? 2020 വെരി ഗുഡ്. 2020, അതായത് കരട് രേഖ അതായത് ഡ്രാഫ്റ്റ് അംഗീകരിച്ചത് കരട് രേഖ അംഗീകരിച്ച മുകളിൽ നമ്മൾ എഴുതിയായിരുന്നു 2020 ജൂലൈ 29 2020 ജൂലൈ 29 ആ കരട് രേഖ അംഗീകരിക്കുന്നത് കേന്ദ്ര മന്ത്രിസഭ. അങ്ങനെ അംഗീകരിച്ച ആ കരട് രേഖയാണ് നമ്മൾ വിളിക്കുന്നത് NEP 2020, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 നമ്മൾ വിളിക്കുന്നത്. ഓക്കെ. അപ്പം ഈ 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസീസ് വരുമ്പോൾ അതിന് ഒരുപാട് റെക്കമെൻഡേഷൻസുകൾ, ഒരുപാട് ശുപാർശകൾ ഉണ്ടായിരുന്നു ഈ കമ്മിറ്റിക്ക്. അതായത് വിദ്യാഭ്യാസത്തിനുള്ള സംസ്ഥാന ചെലവെന്ന് പറയുന്നത് രാജ്യത്തിന്റെ മൊത്തം GDP-യുടെ 6% പറഞ്ഞായിരുന്നു. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അതിന്റെ 6% ആയിരിക്കണം എന്ന് പറഞ്ഞു. ഇനി അതുപോലെ തന്നെ അപ്പൊ ഒന്നാമത്തെ എന്താണ്? വിദ്യാഭ്യാസത്തിനുള്ള സംസ്ഥാന ചെലവ്, സ്റ്റേറ്റിന്റെ ചെലവ്. വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു സ്റ്റേറ്റ് ചെലവാക്കുന്ന തുക എന്ന് പറയുന്നത്, ഒരു സംസ്ഥാനത്തിന്റെ ചെലവെന്ന് പറയുന്നത് GDP-യുടെ 6% ഇൻക്രീസ് ചെയ്യണം, വർദ്ധിപ്പിക്കണം എന്ന ഉള്ള ശുപാർശ കൊണ്ടുവന്നായിരുന്നു. അപ്പൊ ഇവിടെ നിന്നൊക്കെ ചോദ്യം ഉണ്ടാവാം. ഓക്കെ. രണ്ടാമതായിട്ട് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് 5ാം ക്ലാസ്, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 5ാം ക്ലാസ് വരെയുള്ള എല്ലാവർക്കും എല്ലാ സ്കൂളുകളിലും പറയണേ, 5ാം ക്ലാസ് വരെ എല്ലാ സ്കൂളിലും എന്ത് ചെയ്യണം? എല്ലാ സ്കൂളിലും, ഇന്ന സ്കൂൾ എന്നല്ല, എല്ലാ സ്കൂളിലും കേട്ടോ, എല്ലാ സ്കൂളിലും ബാക്കിയാ കേൾക്കേണ്ടത്.
അത് തന്നെ, അത് തന്നെ. എന്താണ് മാതൃഭാഷ നിർബന്ധമാക്കണമെന്നുള്ളത്. മാതൃഭാഷ നിർബന്ധമാക്കുക. വേണമെങ്കിൽ 5ാം ക്ലാസ് എന്നുള്ളത് 8ാം ക്ലാസ് വരെയും ആകാം എന്ന് പറഞ്ഞു. അപ് ടു 8 എന്നും പറഞ്ഞിട്ടുണ്ട്. 8ാം ക്ലാസ് വരെ ആക്കാം വേണമെങ്കിൽ. അതുപോലെ നമ്മുടെ സെക്കൻഡറി തലം മുതൽ, ഹയർ സെക്കൻഡറി അല്ല, 8, 9, 10 സ്റ്റാൻഡേർഡിൽ ആ സെക്കൻഡറി തലം മുതൽ വിദേശ ഭാഷകളും സംസ്കൃതവും ഒക്കെ പഠിപ്പിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതായത് 5ാം ക്ലാസ് വരെ എല്ലാ സ്കൂളിലും മാതൃഭാഷ നിർബന്ധമാക്കണം. വേണമെങ്കിൽ പറ്റാവുന്ന സ്കൂളുകളിൽ 8ാം ക്ലാസ് വരെയും മാതൃഭാഷ നിർബന്ധമായി പഠിപ്പിക്കാം. അതുപോലെ സെക്കൻഡറി തലത്തില്, സെക്കൻഡറി 8, 9 ക്ലാസ്സുകളിലെ സെക്കൻഡറി തലം വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വിദേശ ഭാഷയും, അതായത് വിദേശ ഭാഷ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ഒക്കെ മനസ്സിലായില്ല, ഇംഗ്ലീഷോ ഫ്രഞ്ചോ ഒക്കെ വിദേശ ഭാഷ പ്ലസ് സംസ്കൃതം, സാംസ്ക്രിറ്റ് ഒക്കെ എന്ത് ചെയ്യാം, പഠിപ്പിച്ചു തുടങ്ങാം എന്നും നിർദ്ദേശിക്കുന്നുണ്ട് ഈ കമ്മിറ്റി. അപ്പൊ ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തതിന്റെ കൂട്ടത്തില് 1-2 കാര്യങ്ങൾ കൂടി നമ്മുടെ NEP 2020 കസ്തൂരി രംഗൻ ഡ്രാഫ്റ്റിൽ പറഞ്ഞു വെച്ചിരുന്നു. എന്തൊക്കെയാണ്? അതാണ് വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഒന്ന് മനസ്സിലാക്കിയിരിക്കാനുള്ള കാര്യം, ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പരീക്ഷ നിങ്ങളോട് ചോദിക്കാം, NEP മുന്നോട്ട് വെച്ച ഒരു സിമ്പിൾ ആയിട്ട് ടീച്ചർ നിങ്ങളോട് ചോദിച്ചു, ഒരു ഫസ്റ്റ് ചോദ്യം, ഒറ്റ ചോദ്യമുള്ളൂ, എന്താണ് NEP യെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ഓക്കെ, NEP യെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മൾ ഇങ്ങനെ മണി പോലെ പറഞ്ഞു കൊടുക്കണം. വളരെ കാഷ്വൽ ആയിട്ട് കാണാപ്പാടം പഠിച്ചുകൊണ്ട് വന്ന് പറയുന്നത് പോലെ ആകരുത്. വളരെ കാഷ്വൽ ആയിട്ട് നിന്നുകൊണ്ട് NEP എന്ന് പറയുന്നത് പുതിയ വിദ്യാഭ്യാസ നയമാണ്, ദേശീയ വിദ്യാഭ്യാസ നയമാണ്. അത് ടുവേഴ്സ് നോളജ് എക്കോണമി എന്നാണ് അറിയപ്പെടുന്നത്. 86 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ 1986 അല്ലെ 1986 രാജീവ് ഗാന്ധിയുടെ കാലത്ത് കൊണ്ടുവന്ന 2ാം വിദ്യാഭ്യാസ നയത്തിന്റെ ഒരു പരിഷ്കരിച്ച രൂപമാണ് 2020 NEP എന്ന് പറയുന്നത്. അപ്പൊ NEP കൊണ്ടുവരുമ്പോഴത്തേക്ക് ആദ്യം 2015 കൊണ്ടുവരുമ്പോൾ TSR സുബ്രഹ്മണ്യൻ, മുൻ ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്ന TSR സുബ്രഹ്മണ്യൻ, അല്ലെങ്കിൽ ടെറ്റിന്റെ ചെയർമാനായിരുന്ന ടെറ്റ് കമ്മിറ്റി എന്നറിയപ്പെട്ടിരുന്ന ആ സുബ്രഹ്മണ്യനായിരുന്നു NEPയുടെ ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത്. അതിനുശേഷം 2019 ഡോക്ടർ D കസ്തൂരി രംഗനാണ് അതിന്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നത്. 2029 ജൂലൈ 29 അത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നൽകുകയും ചെയ്തു. ഇങ്ങനെ അംഗീകാരം കൊടുത്ത ഈ NEP 2020 മുന്നോട്ട് വെച്ച അപ്പൊ നിങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഒരടുത്ത ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ചോദിക്കും, ഇത് മുന്നോട്ട് വെച്ച ആ 86 വന്ന അല്ലെ 86 ഉണ്ടായിരുന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ നിന്നും 86 ഉണ്ടായിരുന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ പഠനക്രമം എങ്ങനെയുള്ളതായിരുന്നേ? 1986 പഠനക്രമം എങ്ങനെയായിരുന്നു? നിങ്ങളൊക്കെ ആ വർഷം പഠിച്ചവരല്ലേ? എങ്ങനെയായിരുന്നു? 10 + 2 + 3. അപ്പൊ നിങ്ങൾ ചോദിക്കും, ആഹോ അങ്ങനെയായിരുന്നു എങ്കിൽ ഈ 10 + 2 + 3 എന്ന് പറഞ്ഞാൽ ഇത് കൊണ്ടുവന്ന ആരാന്ന് ചോദിക്കും. ഈ പഠനക്രമം ആദ്യമായിട്ട് കൊണ്ടുവന്ന ആരാ? ഏത് കമ്മിറ്റി അല്ലെങ്കിൽ ആരാണെന്ന് ചോദിക്കുക. അപ്പൊ ആരാ? കോത്താരിയാണ്. അത് കോത്താരി കമ്മീഷനാണ്. ഓക്കെ, അപ്പൊ ആ കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിനെ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരാ? അത് ഇന്ദിരാഗാന്ധിയാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വിളിക്കും. അതിനെ നമ്മൾ എത്തുന്ന വിളിക്കുന്നു 1ാം വിദ്യാഭ്യാസ നയം എന്ന് വിളിക്കുന്നു. അതെന്താണ്? ആ 1ാം വിദ്യാഭ്യാസ നയം തയ്യാറാക്കിയെന്നാണ് 1968. കാരണം തിരിച്ചിട്ടാൽ 86 തിരിച്ചിട്ടത് 68 ആവും. അപ്പം 68 86 ഒരേ പാറ്റേൺ ആയിരുന്നു. ഇതിനെ പരിഷ്കരിച്ച രൂപമാണ് സാറേ ഇതെന്ന് പറയുന്നത് 2020 NEP എന്ന് പറയുന്നത്. ആ NEP 2020 വന്ന 2020 കസ്തൂരി രംഗൻ ഡ്രാഫ്റ്റ് ചെയ്ത ആ NEPയുടെ അല്ലെങ്കിൽ NEP മുന്നോട്ട് വെച്ച സ്കൂൾ വിദ്യാഭ്യാസ മാതൃക എന്ന് പറയുന്നത് NEPയുടെ സ്കൂൾ വിദ്യാഭ്യാസ
മാതൃക അല്ലെങ്കിൽ പഠനക്രമം എന്ന് പറയുന്നത് എന്തായിരുന്നു? എങ്ങനെയായിരുന്നു എനിപ്പടി നിങ്ങൾക്ക് അറിയായിരിക്കും. 5+5+3+3+3+4 5+3+3+4 10+2+3 എന്ന് പറയുന്ന മാറിയിട്ട് 5+3+4 എന്ന് പറയുന്ന രൂപത്തിലേക്ക് ഇത് മാറും. അതായത് 10 കഴിഞ്ഞാൽ +2 കഴിഞ്ഞാൽ ഡിഗ്രി എന്ന് പറയുന്ന ആ ഘടനയിൽ നിന്ന് മാറി 5ാം ക്ലാസ് വരെ ഒന്ന്, പിന്നെ ഒരു മൂന്നാമത്തെ ഒരു സ്റ്റേജ്, പിന്നെ അടുത്തൊരു മൂന്നാമത്തെ സ്റ്റേജ്, പിന്നെ 4ാമത്തെ സ്റ്റേജ്, അങ്ങനെ ഓരോ പേരുകളുണ്ട്, നമ്മൾ പഠിക്കും. അപ്പൊ ഇങ്ങനെയാണ് ആ പരിഷ്കാരം ഇവർ നിർദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഈ നിർദ്ദേശിച്ച 5+3+4 എന്ന് പറയുന്ന ആ നിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു നോക്കാം. അപ്പൊ 10+2 എന്ന് പറയുന്ന ഘടനയെ 10 കഴിഞ്ഞാൽ +2 ഈ ഒരു ഘടനയാണ് ഇങ്ങനെ പൊളിച്ചെഴുതിയത്. 5+3+3+4 എന്ന് പറയുന്ന ഘടനയിലേക്ക് മാറ്റി. അതിൽ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പിന്നെ അതുപോലെ പ്രായപരിധിയും ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. കാണാപ്പാടാൻ പഠിക്കുന്നു വേണ്ട, ജസ്റ്റ് ഒന്ന് കേട്ടാൽ തന്നെ അറിയാൻ പറ്റും. കാണാപ്പാടത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേജിനെ നമ്മൾ വിളിക്കുന്നത് പ്രീ പ്രൈമറി ഘട്ടം എന്നാണ്. പ്രീ പ്രൈമറി ഘട്ടം, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത് തന്നെ ഫൗണ്ടേഷൻ സ്റ്റേജ് എന്നും വിളിക്കാം നമുക്ക്. ഫൗണ്ടേഷൻ സ്റ്റേജ് 1, അല്ലെങ്കിൽ പ്രീ പ്രൈമറി ഘട്ടം. പ്രീ പ്രൈമറി ഘട്ടം എന്ന് പറയുന്നത് പ്രീ പ്രൈമറി സ്റ്റേജ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ സ്റ്റേജ്. ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ്. അപ്പൊ ഈ ഫസ്റ്റ് സ്റ്റേജിന്റെ പ്രീ പ്രൈമറി ഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഏറ്റവും താഴെയുള്ള ഘട്ടം, അതിന്റെ പ്രായപരിധി എന്ന് പറയുന്നത് എത്രയാണ്? 3 വയസ്സ് മുതൽ 3 ഇയർ മുതൽ എത്ര വയസ്സ് വരെ? 6 വയസ്സ് വരെ. 3 to 6 ഇയേഴ്സ് ഓൾഡ് വരെയാണ് ഈ ഫൗണ്ടേഷൻ സ്റ്റേജിന്റെ പ്രീ പ്രൈമറി സ്റ്റേജിന്റെ പ്രായം എന്ന് പറയുന്നത്. അതായത് ആദ്യത്തെ ഒരു 3 വർഷം 3 to 6 ഒരു 3 വർഷം, ആദ്യത്തെ ഒരു 3 വർഷം പ്രീ പ്രൈമറി ഘട്ടം. ഓക്കെ, അതായത് നമ്മൾ കുട്ടികളൊക്കെ എവിടെ പോകുന്ന കാലഘട്ടം മലയാളത്തിൽ നമ്മൾ പറയും അംഗൻവാടി എന്നോ പറയുന്നത്. അങ്കനം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? രണ്ടും പറയാറുണ്ട്. അങ്കനത്തിന്റെ അർത്ഥം എന്തുവാ? അത് അങ്കണം, അത് ഈ അങ്കണം, ഇതാണ് മുറ്റം, ഇത് മുറ്റം. ഈ അങ്കണം എന്താ? അങ്കനം, പൂന്തോട്ടം, അത് തന്നെയാണ് കേട്ടോ. അംഗനവാടി എന്ന് പറയാനുള്ള കൊച്ചുകുട്ടികളിലെ പൂന്തോട്ടത്തിൽ പാറിപ്പറന്ന് കിടക്കുന്ന ചിത്രശലഭങ്ങളെ പോലെ ഉല്ലസിച്ച് കിടക്കുന്ന കുട്ടികളാണ് അംഗനവാടിയിലെ കുഞ്ഞുമക്കൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അംഗനവാടി എന്ന് പറയുന്നത്. അപ്പൊ അംഗനവാടി അല്ലെങ്കിൽ പ്രീ സ്കൂൾ വിദ്യാഭ്യാസ ഘട്ടം എന്ന് പറയുന്നത്. സംശയമില്ലല്ലോ. ഒന്നാമത്തെ ഘട്ടം പഠിച്ചല്ലോ. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് രണ്ടാമത്തേന് നമ്മൾ പറയുന്നത് ഫൗണ്ടേഷൻ സ്റ്റേജ് 2. ഫൗണ്ടേഷൻ സ്റ്റേജ് 2 എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ. ഫൗണ്ടേഷൻ സ്റ്റേജ് 2 രണ്ടാമത്തെ ഘട്ടം. ഫൗണ്ടേഷൻ സ്റ്റേജ് 2 രണ്ടാമത്തെ ഫൗണ്ടേഷൻ സ്റ്റേജ് 2. അപ്പൊ ഒന്നാമത്തത് പ്രീ പ്രൈമറി, രണ്ടാമത്തത് അടിസ്ഥാന ഘട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു ബേസിക് അടിസ്ഥാന ഘട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അടിസ്ഥാന ഘട്ടം അല്ലെങ്കിൽ ഫൗണ്ടേഷൻ സ്റ്റേജ് 2.
അടിസ്ഥാന ഘട്ടം. ആ ഫൗണ്ടേഷൻ സ്റ്റേജ് 2. അപ്പൊ 6 വയസ്സ് വരെ ഇവിടെ അംഗനവാടിയിൽ, നമ്മളൊക്കെ പഠിച്ച കാലത്ത് എത്ര വയസ്സ് വരെ അംഗനവാടിയിൽ പോകുന്നത്? എത്ര വയസ്സ് വരെ? എത്ര വയസ്സായിരുന്നു ആദ്യഘട്ടം? എത്ര വയസ്സ് മുതലായിരുന്നു? 3 to 5 ആയിരുന്നു അല്ലെ? 5 വയസ്സാകുമ്പോൾ നമ്മൾ 1ാം ക്ലാസ്സിൽ ചേർക്കുമായിരുന്നു. അപ്പൊ ഇപ്പോഴത്തെ പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റം അനുസരിച്ച് ഫൗണ്ടേഷൻ സ്റ്റേജ് 2 വരുന്നത് 6 വയസ്സ് മുതൽ 6 ഇയർ ഓൾഡ് മുതൽ 6 വയസ്സ് മുതൽ 8 വയസ്സ് വരെയാണ്. 8 ഇയർ ഓൾഡ്. അതായത് അപ്പം 6ഉം 8ഉം ആകുമ്പം എത്രാം ക്ലാസ് വരും ഇവിടെ? 2 വർഷം. 6 തൊട്ട് 7, 7 തൊട്ട് 8. അപ്പൊ എത്ര ക്ലാസ്? ഏതൊക്കെ ക്ലാസ്സുകൾ? ക്ലാസ് ഏതൊക്കെയാണ്? 3, 4 1ാം ക്ലാസ്സും 2ാം ക്ലാസ്സും അല്ലേ? 6ാമത്തെ വയസ്സിൽ 1ാം ക്ലാസ്, 6 മുതൽ 7 വരെ 1ാം ക്ലാസ്. 8ാമത്തെ വയസ്സിൽ ഏത് ക്ലാസ്സില്? 2ാം ക്ലാസ്സിൽ. അതായത് 2 വർഷം ഇല്ലേ? 6 to 8 വരെ 2 വർഷമല്ലേ ഉള്ളൂ? ആണോ? 2 വർഷമല്ലേ ഉള്ളൂ? അപ്പൊ 2 ക്ലാസ്സിലേ കഴിയത്തുള്ളൂ. 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സും. അതാണ് ഫൗണ്ടേഷൻ സ്റ്റേജ് 2 അല്ലെങ്കിൽ അടിസ്ഥാന ഘട്ടം എന്ന് പറയുന്നത്. അടുത്തത് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് 3ാമത്തെയാണ്. അത് നമ്മൾ വിളിക്കുന്നത് 3ാമത്തെ സ്റ്റേജിനെ ഫൗണ്ടേഷൻ സ്റ്റേജ് എന്നല്ല വിളിക്കുന്നത്. 3ാമത്തേനെ പ്രിപ്പറേറ്ററി സ്റ്റേജ് എന്ന് വിളിക്കും. 3ാമത്തത് പ്രിപ്പറേറ്ററി സ്റ്റേജ് എന്ന് വിളിക്കും. 3ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പ്രിപ്പറേറ്ററി സ്റ്റേജ്. 3ാമത്തത് പ്രിപ്പറേറ്ററി സ്റ്റേജ്. ഇവിടെ 8 വയസ്സ് വരെ ഉള്ളായിരുന്ന, അപ്പം ഇത് എത്ര വയസ്സ് വരെ ആയിരിക്കും? 8 മുതൽ വെരി ഗുഡ്, 11 വയസ്സ് വരെ. 8 മുതൽ 11 വയസ്സ് വരെയാണ്. എത്ര വർഷം? 3 വർഷം അല്ലേ? 3 വർഷം. അപ്പൊ ഏതൊക്കെ ക്ലാസ്സുകൾ? 3 വർഷം ഏതൊക്കെ ക്ലാസ്? 3ാം ക്ലാസ്, 4ാം ക്ലാസ്, 5ാം ക്ലാസ് അല്ലെ? 3, 4, 5 ക്ലാസ്സുകൾ അല്ലെ? സിമ്പിൾ ആയിട്ട് എന്നോട് ചോദിക്കാം, ഈ NEP ബേസ് ചെയ്തുകൊണ്ട് പ്രിപ്പറേറ്ററി സ്റ്റേജ് എന്ന് പറയുന്നത് ഇപ്പോഴ് ഏതൊക്കെ ക്ലാസ്സുകളാണ് പ്രിപ്പറേറ്ററി? അങ്ങനെ ചോദിക്കാം. വളരെ വളരെ എന്താണ് കോമൺ ആയിട്ട് കാഷ്വൽ ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, NEPയുടെ ഫലമായിട്ട് അല്ലെങ്കിൽ പുതിയ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് ഈ പ്രിപ്പറേറ്ററി സ്റ്റേജിൽ ഏതൊക്കെ ക്ലാസ്സുകളാണ് വരുന്നതെന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം. അത് 3ാം ക്ലാസ്സും 4ാം ക്ലാസ്സുമാണ് വരുന്നത്. 8 മുതൽ 11 വയസ്സ് വരെ കുട്ടികളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റണം. ഓക്കെ, നാലാമത്തെ എന്ന് പറയുന്നത് മിഡിൽ സ്റ്റേജ് ആണ്. നാലാമത്തത് മിഡിൽ സ്റ്റേജ് ആണ്. നാലാമത്തത് മിഡിൽ സ്റ്റേജ് ആണ്. അപ്പൊ ഇവിടെ 11 വയസ്സ് വരെ ആയിരുന്നു പ്രിപ്പറേറ്ററി. മിഡിൽ എന്ന് പറയുമ്പോഴത്തേക്ക് 11 വയസ്സ് മുതൽ 11 വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയാണ്? 14 വയസ്സ് വരെ. അപ്പൊ എത്ര വർഷം? അത് 3 വർഷം. അപ്പൊ എത്ര? 6ാം ക്ലാസ്, 7ാം ക്ലാസ്, 8. 6, 7, 8. അപ്പൊ മിഡിൽ സ്റ്റേജ് എന്ന് ചോദിക്കും. NEP 2020 മിഡിൽ സ്റ്റേജ് ഏതൊക്കെ ക്ലാസ്സാണ് വരുന്നത്? 6, 7, 8. ഈ റിപ്പോർട്ടിന്റെ ഫലമായിട്ടാണ് മറ്റേ നമ്മുടെ ഇപ്പോഴത്തെ പുതിയൊരു കമ്മിറ്റിയൊക്കെ. ഏതാ കമ്മിറ്റി? പുതിയൊരു കമ്മിറ്റി വന്നിട്ടുണ്ടല്ലോ. കമ്മീഷനിലെ കമ്മിറ്റി, LPUPയുടെ ക്വാളിഫിക്കേഷൻ കൂട്ടണം എന്നൊക്കെ പറഞ്ഞ കമ്മിറ്റി. ഏതാ കമ്മിറ്റി? ഖാദർ കമ്മിറ്റി. ഇത് ബേസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം അതൊക്കെ ചോദിക്കാം. ഖാദർ കമ്മിറ്റി ഒക്കെ ചോദിക്കാം. അവർ മിഡിൽ സ്കൂൾ 11 to 14, 6, 7, 8 ക്ലാസ്സിലെ കുട്ടികളാണ് ആ മിഡിൽ സ്റ്റേജിൽ പഠിക്കുന്നത്. ഓക്കെ, മിഡിൽ സ്റ്റേജിലേക്ക് വരുന്നത്. മിഡിൽ സ്റ്റേജ് ഒരു തയ്യാറെടുപ്പ് കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. മലയാളത്തിൽ തയ്യാറെടുപ്പ് കാലഘട്ടം, മിഡിൽ സ്റ്റേജ്. അടുത്തത് ലാസ്റ്റ് ആണ്. അത് വരുന്നത് 5ാമത്തത്
അഞ്ചാമത്തത് ഇദ്ദേഹം പറയുന്നത് സെക്കൻഡറി സ്റ്റേജ്. സെക്കൻഡറി സ്റ്റേജ് അതായത് ഇപ്പൊ 2030 ആവുമ്പോഴത്തേക്ക് നിങ്ങൾ LP UP എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങളെ ഏതുവരെ പഠിപ്പിക്കേണ്ടി വരും? പറഞ്ഞേ. സോ UP ടീച്ചർ ഏതുവരെ പഠിപ്പിക്കേണ്ടി വരും? പറയടേ. 8 വരെ പഠിപ്പിക്കേണ്ടി വരും. അപ്പൊ വെറും +2 DLED കൊണ്ടുപോയി കഴിഞ്ഞാൽ 8ാം ക്ലാസ് വരെ പഠിപ്പിക്കാൻ പറ്റത്തില്ല, ഉറപ്പായിട്ടും പറ്റത്തില്ല. ഓക്കെ, +2 DLED എന്ന് പറയുന്നത് 1, 2, 3, 4 അത്രേ പറ്റത്തുള്ളൂ. ബാക്കിയുള്ള പഠിപ്പിക്കാൻ അത്യാവശ്യം ഒരു ഡിഗ്രി ലെവലായിട്ടുള്ള നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. അത്രയും അടിപൊളി സിലബസ് ആണ് നമ്മുടെ ഇപ്പം കേരള സിലബസ് എന്ന് പറയുന്നത്, SCRT എന്ന് പറയുന്നത്. അപ്പം ഡിഗ്രി ഉണ്ടെങ്കിലേ പറ്റൂ. അതെന്തായാലും നിർബന്ധമാക്കുക. 2030 കൂടി HSAയുടെ നിർബന്ധമാക്കിയില്ലെങ്കിലും ആദ്യം LP UPയുടെ എന്തായാലും നിർബന്ധമാക്കും. ഡിഗ്രി എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ കൊണ്ടുവരും അവർ. ഓക്കെ, കാരണം 6ഉം 7ഉം 8ഉം നിങ്ങൾ പഠിപ്പിക്കേണ്ടി വരും. അപ്പൊ എന്തായാലും ഡിഗ്രി വേണം. B.Ed അല്ല, DLED മതി UPക്ക്. ഓക്കെ, LPക്കും ഡിഗ്രി കൊണ്ടുവരും. ഓക്കെ, LP UPക്കും ഡിഗ്രി കൊണ്ടുവരും. ഓക്കെ, അപ്പം 6, 7, 8. അപ്പൊ സെക്കൻഡറി സ്റ്റേജിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് സെക്കൻഡറി സ്റ്റേജിൽ പറയുന്നത് ഇവിടെ 14 വയസ്സ് വരെ ആയിരുന്നു മുകളില്. അപ്പൊ ഇവിടെ 14 വയസ്സ് മുതൽ എത്ര വയസ്സ് വരെ? 18 വയസ്സ് വരെ. 18 വയസ്സ് വരെയുണ്ട്. 14 മുതൽ 18. അപ്പൊ എത്രാം ക്ലാസ് മുതൽ? ഇവിടെ 8 വരെ അല്ലേ? പിന്നെ എത്രാം ക്ലാസ് വരെ? 9, 10, 11, 12. നോക്കിക്കൊള്ളണം. ഇവിടെ ഇതാണ് ഇപ്പൊ ഇഷ്യൂ ആയി കിടക്കുന്നത്. ഈ ഒരു പ്രശ്നമാണ് ഇപ്പൊ ഇഷ്യൂ ആയിട്ട് വന്നത്. അത് HSAയുടെ കാര്യം, ഹൈസ്കൂൾ ടീച്ചറിന്റെ കാര്യം വന്നപ്പോൾ അവര് കമ്മിറ്റി പറഞ്ഞിരുന്ന കാര്യം, ഒന്നാമത്തെ വിവാദമായ വിഷയം ഇതായിരുന്നു. കാരണം ഇപ്പൊ നിലവിൽ ഈ ഒരു നിയമം, ഈ ഒരു ഓർഡർ നിലവിൽ വന്നു കഴിഞ്ഞാൽ, നിലവിൽ ഇപ്പോൾ വലിയ ഗമയില് അസിസ്റ്റന്റ് ലെക്ചർ എന്നും പറഞ്ഞിരിക്കുന്ന +2 ടീച്ചർമാരെ എവിടെ വന്ന് പഠിപ്പിക്കേണ്ടി വരും? പറഞ്ഞേ, എവിടെ വന്ന് പഠിപ്പിക്കണം? 9ലും 10ലും കൂടി ഇറങ്ങി വന്ന് പഠിപ്പിക്കേണ്ടി വരും. മനസ്സിലായാലേ? അതായത് പച്ച മലയാളത്തിൽ കുട്ടികളുടെ മുന്നിൽ നിന്ന് നന്നായിട്ട് പഠിച്ചുകൊണ്ട് +1 +2 അധികം പ്രിപ്പറേഷൻ ഒന്നും വേണ്ട. പക്ഷെ 9ലും 10ലും ഒക്കെ പഠിപ്പിക്കണമെങ്കിൽ നല്ല പോലെ പ്രിപ്പയർ വന്നിട്ട് കുട്ടികളുടെ മുന്നിൽ വന്ന് പഠിപ്പിക്കാൻ പറ്റും. അത്രയ്ക്ക് അവരെ കൺസെപ്റ്റ് മനസ്സിലാക്കി കൊടുക്കണം. ആ ഒരു പ്രശ്നമാണ് ഇപ്പോൾ വളരെ വിവാദമായിരിക്കുന്നത്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ വിവാദങ്ങൾ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്, നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ യൂത്ത് ഫെസ്റ്റിവലൊക്കെ നിർത്തണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മുടെ സംസ്ഥാന യുവജനോത്സവം നടന്ന എവിടെ? നിങ്ങളോട് ചോദിക്കാം. എവിടെയാ? ഏതാ? തിരുവനന്തപുരം. ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ആർക്കായിരുന്നു? തൃശ്ശൂർ. അതൊക്കെ ചോദിക്കാം. കണ്ടൻസി ഞാൻ നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ കുറച്ച് പറഞ്ഞു തരും പ്രധാനപ്പെട്ടത്. ഓക്കെ, അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത്. കാരണം ഇതിനോടൊന്നും ഞാൻ അധികം യോജിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് PG ഒക്കെ വേണ്ടി MSc അല്ലെങ്കിൽ MA ഒക്കെ പഠിക്കണം. HSA അതായത് ഹൈസ്കൂൾ ടീച്ചറെ, കാരണം +2 അധ്യാപകരുടെ യോഗ്യത MSc പ്ലസ് അതായത് PG പ്ലസ് B.Ed പ്ലസ് നെറ്റോ ഒക്കെയാണ് വേണ്ടത്, അല്ലെങ്കിൽ കേട്ടിട്ടൊക്കെയാണ് വേണ്ടത്. അപ്പം HSA എഴുതണമെങ്കിൽ PG കൂടെ വേണ്ടി വരും. സെൻട്രൽ അങ്ങനെ തന്നെയാണ്. സെൻട്രലില് ഒരു PG ടീച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് PG ടീച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് PG തന്നെ, ഹൈസ്കൂൾ ടീച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് PG വേണം. നമ്മുടെ സ്റ്റേറ്റിൽ അത് ആയിട്ടില്ല. സ്റ്റേറ്റിൽ ആക്കണമെന്നാണ് നമ്മുടെ ഖാദർ കമ്മിറ്റി നിർദ്ദേശം. കമ്മിറ്റിയാണ്, അതുകൊണ്ടാണ് അത് വരാൻ പാട്. ഖാദർ കമ്മിറ്റി കൊണ്ടുവന്നിട്ടുള്ള കുറെ ശുപാർശകൾ ഇപ്പോൾ നടപ്പിലാക്കി വരുന്നുണ്ട്. നമ്മൾ അവസാനം ഞാൻ പറയും. ഇപ്പോഴത്തെ DEOയും DE ഇതൊക്കെ കുറെ മാറ്റം വന്നിട്ടുണ്ട്. അതായത് സ്കൂളുകളിൽ HM-ന് പകരം എന്താക്കി മാറ്റി പറയാം, ഹെഡ് മാസ്റ്റേഴ്സിന് പകരം ഹെഡ് മാസ്റ്ററിനൊക്കെ പകരം എന്താണ് ഇപ്പൊ പോസ്റ്റ്? പറയടേ, പോസ്റ്റ് എന്താ? പറയടേ. നിങ്ങൾ അടുത്തുള്ള സ്കൂളുകളിലെ, നിങ്ങൾ പഠിച്ച സ്കൂളുകളിലെ പറയേ. അത് തന്നെയാണ്. എന്തുവാണ് ഹെഡ് മാസ്റ്ററിന് പകരം ഹെഡ് മിസ്ട്രസിന് പകരം ഇപ്പൊ എന്താ വിളിക്കുന്നേ? എന്ത് പോസ്റ്റാ ഉള്ളേ? പ്രിൻസിപ്പൽ.
അല്ലേ? പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞ പോസ്റ്റാണ്, പോസ്റ്റിലേക്കാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ യുവജനോത്സവത്തിന്റെ കാര്യം, അങ്ങനെ ഒരുപാട് കാര്യം. യുവജനോത്സവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എനിക്ക് അഭിപ്രായമുണ്ട്, വേണ്ട എന്നുള്ളത്. കാരണം നമ്മൾ ഈ യുവജനോത്സവം നടന്നപ്പോഴത്തേക്കും ഒരുപാട് സംഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. കാരണം സംസ്ഥാന സ്കൂളുകളിലാവാം ജില്ലാ യുവജനോത്സവം നടത്താൻ കുഴപ്പമൊന്നുമില്ല, ഈ സംസ്ഥാനം എന്ന് പറയുന്ന കാര്യം വേണ്ട എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറഞ്ഞത്. കാരണം സംസ്ഥാന യുവജനോത്സവം എന്ന് പറയുമ്പോൾ എന്തിൽ മുങ്ങിക്കിടക്കുന്നതാണ് പറയാമോ? എന്തിൽ മുങ്ങിയാണ് സംസ്ഥാന യൂണിവേഴ്സിറ്റി നടക്കുന്നത്? എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എന്തുണ്ടെങ്കിലേ സംസ്ഥാന യൂണിവേഴ്സിറ്റി വരാൻ പറ്റുള്ളൂ. കയ്യിൽ എന്ത് വേണം? കലയും പാട്ടും കവിതയും മാത്രം പോരാ, എന്തുകൂടി വേണം? പണം വേണം, നല്ല ക്യാഷ് വേണം. ഓക്കെ, ക്യാഷ് വേണം. ക്യാഷ് ഉണ്ടെങ്കിലേ ഇതിലൊക്കെ പങ്കെടുക്കാൻ പറ്റില്ല. ഒരുപാട് പൈസ ചിലവാകും, പഠിക്കുന്നതിനും ഡ്രസ്സ് വാങ്ങിക്കുന്നതിനും വണ്ടിക്കൂലിക്കും അതിനും ഇതിനും ഒക്കെ. അപ്പൊ സാധാരണക്കാരാണ് വളരെ 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 മിക്ക സ്കൂളുകളിലും വളരെ വളരെ പാവപ്പെട്ട അതിസാധാരണക്കാരുടെ മക്കളാണ് പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്നത്. ഗവൺമെന്റ് സ്കൂളുകളിൽ പക്ഷേ മിക്ക എയ്ഡഡ് സ്കൂളുകളിൽ, മറ്റ് പ്രൈവറ്റ് സ്കൂളുകളിലൊക്കെ കുട്ടികളൊക്കെ നല്ല കാശുള്ളവരുടെ എക്കണോമിക്കലി കുറച്ച് ഹയർ ആയിട്ടുള്ള മക്കളായിരിക്കും, അവരെ കൂടെയാണ് ഇവരും ചെന്ന് മത്സരിക്കേണ്ടത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് അത് നിർത്തലാക്കണമെന്ന് ഖാദർ കമ്മിറ്റി നിർദ്ദേശിക്കുന്നത്. ഓക്കെ, അതിലേക്ക് വരാം. അപ്പൊ നമ്മുടെ ഇവിടെ പറഞ്ഞ NEP എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത്. പിടികിട്ടിയോ? ഓക്കെ ആണോ? മനസ്സിലായ? ഓക്കെ ആണോ? NEP പറ്റി സംശയമുണ്ടോ? NEP പറ്റി? NEP ഓക്കെ അല്ലേ? ഓക്കെ ആണോ? പറയണ്ടല്ലോ ഇനി? ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇനി ഇവിടെ നിന്ന് ചോദിക്കാവുന്ന ഈ ഒരു ഏരിയ നിന്ന് ചോദിക്കാവുന്ന, ഇതുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അതായത് ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസത്തെ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മേഖല, ഹയർ എഡ്യൂക്കേഷൻ, ഓക്കെ, ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല, ഓക്കെ, ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല നിയന്ത്രിക്കുന്നതിനായിട്ട് കൊണ്ടുവരുന്ന ഒരു സ്ഥാപനമുണ്ട്. പുതിയ എഡ്യൂക്കേഷൻ പോളിസിക്ക് അനുസരിച്ച് ഉന്നത വിദ്യാഭ്യാസത്തെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവരുന്ന ഒരു സ്ഥാപനം ഇന്ത്യയിൽ നിലവിൽ വരാൻ പോവുകയാണ്. അതിന്റെ പേരാണ്, ആർക്കെങ്കിലും പറയാമോ? അതിൽ നിന്നും 2 മേഖലകളെ ഒഴിവാക്കിയിട്ടുണ്ട്. ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരുന്ന സ്ഥാപനത്തിൽ നിന്നും 2 പേരെ ഒഴിവാക്കിയിട്ടുണ്ട്. അത് ഒന്ന് മെഡിക്കൽ വിദ്യാഭ്യാസവും 2 നിയമവിദ്യാഭ്യാസവും, ലോ കോളേജുകളും മെഡിക്കൽ കോളേജുകളും. ഇത് 2 ഒഴിവാക്കും. ബാക്കിയുള്ള എല്ലാ ഉന്നത വിദ്യാഭ്യാസ മേഖലയും കൂടി കൂട്ടിയിട്ട് അതിന് ഒറ്റ കൺട്രോളിംഗിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി കൊണ്ടുവരുന്ന ഇന്ത്യയിൽ ഒരു സ്ഥാപനമുണ്ട്. അതിന്റെ പേരാണ്, എനിബഡി ആരെങ്കിലും കേട്ടോ? സി ആയിട്ടൊക്കെ ചോദിക്കാം. HECI, ഹെസി എന്ന് വിളിക്കും. HCI, ഹെസി. എന്താണ് ഹെസി എന്ന് പറയുന്നത്? എന്താണ്? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ മുമ്പ്? ഇതിനു മുമ്പ് എവിടെയെങ്കിലും കേട്ടോ? അത് ആദ്യം കേൾക്കുവാണോ? കേൾക്കുവാനോടെ ഹെസി കേട്ടിട്ടുണ്ട്. ഓക്കെ, പത്രമൊക്കെ വായിക്കുന്നവരും വാർത്ത വായിക്കുന്നവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ ഓക്കെ. ഹെസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ, അത്രേ ഉള്ളൂ. കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അപ്പൊ അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് ഈ മെഡിക്കൽ വിദ്യാഭ്യാസവും, മെഡിക്കലും അതുകൊണ്ട് നിയമ വിദ്യാഭ്യാസവും ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, അത് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഇതോടൊപ്പം തന്നെ വേറൊന്നും കൂടെ അതിന്റെ കൂട്ടത്തിൽ പഠിക്കുക. ഇന്ത്യയിലെ ഈ ഹയർ എഡ്യൂക്കേഷൻ തന്നെയാണ്. ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അതിലെ ഈ ഗവേഷണ മികവ് വർദ്ധിപ്പിക്കുന്നതിനായിട്ട് നമ്മുടെ PhD ഗവേഷണ മികവ് വർദ്ധിപ്പിക്കുന്നതിനായി കേട്ടോ, ഗവേഷണ മികവ്. കാരണം
ഗവേഷണ മികവ് വർദ്ധിപ്പിക്കുക എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോവും, എന്നാലും പറയാം. കാരണം ഇത് നിങ്ങൾക്ക് തന്നെ അറിയാം. PhD വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? PhD വേണമെങ്കിൽ എന്ത് മതി? എനിക്കൊരു PhD വേണം, എന്ത് മതി? ഒരു ഡിഗ്രി കയ്യിലുണ്ടായിരിക്കുക. പിന്നെന്ത് വേണം? പിന്നെന്ത് വേണം പറയാ? പിന്നെന്ത് വേണം? കുറച്ച് പൈസ മതി. കുറച്ച് പൈസ നിങ്ങൾക്ക് അടിപൊളി ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയോ അല്ലാതെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയോ അവിടെ നല്ല അടിപൊളി ഒരു പ്രബന്ധം നിങ്ങൾക്ക് കിട്ടും. അത് സബ്മിറ്റ് ചെയ്യാം, നിങ്ങൾക്ക് PhD കിട്ടും. ഡോൺ വറി, അത്രേ ഉള്ളൂ. കാരണം അത് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത് വെച്ചാൽ നിങ്ങൾക്കറിയാം, നമ്മുടെ നാട്ടില് ഡെയിലി ഇഷ്ടംപോലെ പ്രബന്ധങ്ങൾ PhD-കാര് കിട്ടുന്നുണ്ട്, PhD PhD അവതരിപ്പിക്കുന്നുണ്ട്, അല്ലേ? നമ്മൾ ആരെ ഊന്നി പറയുക ഒന്നുമല്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ സമീപസ്ഥ കാലങ്ങളിൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടായ ഒരുപാട് വിവാദങ്ങളില്ലേ? ചങ്ങമ്പുഴയുടെ രമണനാണോ രമണനും വാഴക്കുലയും, പിന്നെ ഇംഗ്ലീഷിലെ കുറെ സംഭവങ്ങള്. കാരണം ഞാൻ ആരെ ഊന്നി ഒന്നും പറഞ്ഞതല്ല, കാരണം നടക്കുന്നതാണ്. ഈ ഇംഗ്ലീഷിൽ പ്രബന്ധം എടുത്ത, ഇംഗ്ലീഷിൽ PhD എടുത്ത ഒരാളെടുത്ത് 10 വാക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറഞ്ഞാൽ അറിയത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ നാട്ടില് ഇന്ത്യയില് ഡോക്ടറേറ്റ് നേടിയ ആരുടെയെങ്കിലും പ്രബന്ധങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും മാസികയിൽ ഏതെങ്കിലും ജേണലിൽ പ്രസിദ്ധീകരിക്കുന്ന കണ്ടിട്ടുണ്ടോ? എന്നാൽ വിദേശങ്ങളിൽ എടുക്കപ്പെടുന്ന, വിദേശങ്ങളിൽ നിന്ന് വരുന്ന ഈ റിസർച്ചുകൾ, അതിന് നോബൽ പ്രൈസ് കിട്ടും. ഇല്ലയോ? ആണോടെ? നോബൽ പ്രൈസ് കിട്ടുന്നുണ്ട്, പല സമ്മാനങ്ങളും കിട്ടുന്നുണ്ട്. അത് നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മളെ പഠന വിഷയമായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ആ ഗവേഷണ മികവ് വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഇന്ത്യയിൽ ഒരു സ്ഥാപനം കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ പേരാണ് നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ. നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ. ആ കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞത് നമ്മുടെ മാനവ ശേഷി മന്ത്രാലയത്തിന്റെ കീഴിലായിരുന്നു നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ മാനവശേഷി മന്ത്രാലയത്തിന്റെ പേര് എന്താക്കി മാറ്റിയുടെ? വിദ്യാഭ്യാസ മന്ത്രാലയമാക്കി മാറ്റി. ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ രാജ്യം ഒരു പുതിയൊരു സ്ഥാപനം കൂടി തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ്, ഇതൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ആ സ്ഥാപനത്തിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? പരാഗ്. നിങ്ങൾ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. പരാഗ് അല്ലേ? എന്താണ് പരാക്കിന്റെ പ്രത്യേകത എന്താ? അത് തന്നെയാണ് അല്ലേ? അതായത് ഒരു മൂല്യനിർണയ കേന്ദ്രം, അത്രേ ഉള്ളൂ. ഇവാലുവേഷൻ. മൂല്യനിർണയ കേന്ദ്രം. ഓക്കെ. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ഥാപനമാണ് പരാഗ് എന്ന് പറയുന്നത്. ഓക്കെ. പരാഗ് എന്ന് പറയുമ്പോഴത്തേക്ക് പെർഫോമൻസ് അസസ്മെന്റ് റിവ്യൂ ആൻഡ് അനാലിസിസ് ഓഫ് നോളജ് ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് എന്നുള്ളതാണ് കേട്ടോ. അതാണ് അതിന്റെ ഫുൾ ഫോം. ഇതാണ് പെർഫോമൻസ് അസസ്മെന്റ്, പിന്നെ റിവ്യൂ, അതുപോലെ റിവ്യൂ ആൻഡ് അനാലിസിസ് എന്താ? നോളജ് ഓഫ് ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് എന്നുള്ളതാണ് പരാഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ നാഷണൽ അസസ്മെന്റ് റെഗുലേറ്ററി ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 2023 അത് കൊണ്ടുവന്നിരിക്കുന്നത് ആരെന്ന് നമ്മളോട് ചോദിക്കും. പരാഗ് മൂല്യനിർണയമായിട്ട് ബന്ധപ്പെട്ടതാണ്. ചിലപ്പോൾ നമ്മളോട് ചോദിക്കുന്നത്
പരാക്ക് എന്തിന്റെ ബേസിൽ മൂല്യനിർണ്ണയം? ഇവാലുവേഷൻ ആണ്. ഫുൾ ഫോം പെർഫോമൻസ് അസസ്മെന്റ് റിവ്യൂ ആൻഡ് അനാലിസിസ് ഓഫ് നോളജ് ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് എന്നുള്ളതാണ്. ഇനി ചോദിക്കും 2023 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ആരുടെ അണ്ടറിലാണ്, അല്ലെങ്കിൽ ആരാണ് ഇത് കൊണ്ടുവരുന്നത്? കേന്ദ്ര ഗവൺമെന്റ് ആണ്, പക്ഷെ അതൊരു ഏജൻസിയാണ്. നമ്മുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ന്യൂഡൽഹിയിൽ ആസ്ഥാനമുള്ള ഒരു ഏജൻസിയാണ്. 1961 നിലവിൽ വന്ന 1961 നിലവിൽ വന്ന ഒരു സ്ഥാപനമാണ്. ഇനിയെങ്കിലും പറയാമോ? 1961 സെപ്റ്റംബറിലാണ് ആ സ്ഥാപനം നിലവിൽ വരുന്നത്. ഇനിയെങ്കിലും പറയാമോ ഏതാണ്? വെരി ഗുഡ്, NCERT ഇല്ലേ? NCERT. അതിന്റെ ഫുൾ ഫോമും കാര്യങ്ങളും എല്ലാം ചോദിക്കും. നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പൊ അതിനും ഒരുപാട് ഗൈഡ് ലൈൻസും കാര്യങ്ങളും ഉണ്ട്. അതൊന്നും പഠിക്കേണ്ട നിങ്ങൾ. ജസ്റ്റ് ഇത് എന്താണെന്ന് ചിലപ്പം ചോദിക്കാം. ഈ പരാക്ക് എന്ന് പറയുന്ന സ്കീം എന്താണ്? നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ട്രെയിനിങ് കൊണ്ടുവന്ന പരാക്ക് എന്ന് പറയുന്ന സിസ്റ്റം എന്താണ്? അതൊരു പെർഫോമൻസ് അസസ്മെന്റ് ആണ്, റിവ്യൂ ആണ്, നോളജ് അനാലിസിസ് ആണ് അതിൽ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് അവിടെ മനസ്സിലാക്കിയിരിക്കുക. അതിന്റെ ഇമ്പോർട്ടൻസ് ഒന്ന് അവിടെ കുറിച്ച് വെച്ചിരിക്കുക. പരാക്ക്. ഓക്കെ. അതില് മലയാളത്തിൽ പറയുകയാണെങ്കിൽ പ്രകടനത്തിന്റെ വിലയിരുത്തല്, അവലോകനം, സമഗ്രമായ വികസനത്തിനുള്ള അറിവിന്റെ വിശകലനം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഈ പരാക്ക് പ്രധാനമായിട്ടും ഊന്നൽ നൽകുന്നത്. അങ്ങനെയുള്ള ഒബ്ജക്റ്റീവായിട്ട് നിങ്ങൾ ചോദിക്കുന്നില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ജനറൽ ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങളിൽ ഐഡിയ എന്തെങ്കിലും ഉണ്ടോ, നിങ്ങളുടെ പെർസെപ്റ്റീവ് അതിൽ എന്താണ് എന്നുള്ളതാണ് ഒരു ഇന്റർവ്യൂ നിങ്ങളോട് ചോദിക്കുന്നത്. അല്ലാതെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പോലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഒന്നുമല്ല ചോദ്യം എന്ന് പറയുന്നത്. ഒരു കാര്യം ചോദിക്കുമ്പം കോമൺ ആയിട്ട് അതെന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇത്തരം കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ചോദിച്ചോ. ഇപ്പൊ അറിയാമെങ്കിൽ ഇപ്പൊ പറയും, അല്ലെങ്കിൽ പിന്നീട് പറയും. ഓക്കെ, ചോദിച്ചു. കേട്ടില്ല. ഹോളിസ്റ്റിക് അപ്രോച്ച് മെത്തേഡ് എന്ന് പറയുന്നത് മൂല്യനിർണ്ണയത്തിന്റെ എന്താ അപ്രോച്ച്? കട്ട വിട്ട് പോകുന്നു. സമഗ്രമായ എന്ന് പറയത്തില്ലേ നമ്മള്? സമഗ്രമായ എന്ന് പറയത്തില്ലേ? ഹോളിസ്റ്റിക് എന്ന് വെച്ചാൽ സമഗ്രമായ. ഓക്കെ, മൊത്തത്തിലുള്ള എന്നാണ്. മനസ്സിലായല്ലേ? ഓക്കെ, അതായത് കുട്ടികളുടെ പ്രകടനം വിലയിരുത്തുക, അവരെ അവലോകനം ചെയ്യുക, മൊത്തത്തിലുള്ള സമഗ്രമായ വികസനത്തിനായുള്ള അറിവിന്റെ വിശകലനം എന്നതാണ് സമഗ്രമായ വികസനത്തിനുള്ള അറിവിന്റെ വിശകലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ, അതായത് പഴയതുപോലെ കുട്ടി, നിങ്ങളും രക്ഷകർത്താക്കളായാലും നിങ്ങളൊരു ടീച്ചറായാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് തന്നെയാണ്. സമഗ്രമായ എന്ന് പറയുമ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവാലുവേഷൻ സമഗ്രമായിരിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ഇവാലുവേഷൻ എന്ന് കേൾക്കുമ്പോൾ ഒരേ ഒരു കാര്യത്തിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. ഏത് കാര്യത്തിലാ പറയേ? ഏത് കാര്യത്തിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്? മാർക്ക്, ഒള്ളി ദ മാർക്ക്. അതല്ല സമഗ്രമായ വികസനം എന്ന് പറയുമ്പോഴത്തെ. എന്താണ് സമഗ്രമായ വികസനം എന്ന് പറയുമ്പോൾ അവനില്, ആ ലേണറില്, ആ പഠിതാവില്, ആ കുട്ടിയില് എന്തെല്ലാം കഴിവുകളുണ്ട് അത് കണ്ടെത്താനുള്ള ഒന്നാമത്തെ ആളെന്ന് പറയുന്നത്, അതിന് കഴിവുള്ള ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് എപ്പോഴും ആര് തന്നെ ആയിരിക്കും? ആരായിരിക്കും ഇവിടെ? അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക തന്നെ ആയിരിക്കും. നല്ല വരയ്ക്കാൻ കഴിവുള്ളൊരു കുട്ടി ഉണ്ടാവും, നന്നായിട്ട് പാട്ട് പാടാൻ കഴിവുള്ളൊരു കുട്ടി ഉണ്ടാവും, ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കഴിവുണ്ടാവും അല്ലേ? സ്കൂളിൽ കിടന്ന് ഇടികൂടുന്നവനെ സ്കൂളിൽ ബോക്സിംഗ് എന്ന് പറയുന്ന ഒരു വിനോദം അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ അതിൽ പിടിച്ചു ചേർക്കണം അവനെ. അപ്പം അത് ഓരോ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ കണ്ടെത്തിയിട്ട്
അതിനെ മൊത്തത്തിൽ ഇവാലുവേറ്റ് ചെയ്യുക. ഒരിക്കലും അവന്റെ മാർക്ക്, പരീക്ഷ എഴുതി തിയറി എഴുതി കിട്ടുന്ന മാർക്ക് മാത്രമല്ല ആ കുട്ടിയുടെ കഴിവെന്ന് പറയുന്നത്. അതിൽ കവിഞ്ഞ് ഒത്തിരി കഴിവുകൾ അവനുണ്ടായിരിക്കും. ആ കഴിവുകൾ മനസ്സിലാക്കിയിട്ട് അവനെ മുന്നോട്ട് കൊണ്ടുപോവുക. അല്ലാതെ പണ്ടത്തെ നമ്മുടെയൊക്കെ രക്ഷാകർത്താക്കൾ നീ ഇന്നത് പഠിച്ചാൽ മതി, ഇന്നത് പോയാൽ മതി, നീ നഴ്സിംഗിന് പോയാൽ മതി, നഴ്സിംഗ് എന്ന് പറഞ്ഞാലേ അവനെ കൊല്ലണ തുല്യമാണ്, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നതേ അവനെ കൊല്ലുന്നത് തുല്യമാണ്. പക്ഷെ നിർബന്ധിച്ച് അവൻ എന്ത് ചെയ്യും, അങ്ങോട്ടേക്ക് തള്ളി. അവൻ അതിൽ ശോഭിക്കൂടെ? ശോഭിക്കുമോ? ശോഭിക്കൂ? ഇല്ല. ആ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന വ്യക്തിയിൽ ചിലപ്പോൾ അവന്റെ എന്ന് വെച്ചാൽ ആഡിയോ വിഷ്വൽ എയ്ഡിനെ പറ്റിയുള്ള ഒരു പഠനമായിരിക്കും അവന് ഏറ്റവും ഇൻട്രസ്റ്റ്, അവന്റെ പാഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കുക, മൊത്തത്തിലുള്ള വികസനം നോക്കുക എന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സമഗ്രം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയടെ? ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഞാന് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്, എല്ലാത്തിനെ കുറിച്ചും ചോദിക്കുന്ന കാര്യങ്ങളിൽ ഒരുവിധമുള്ള കാര്യത്തെ പറ്റി ഒരു ജനറൽ ആയിട്ടുള്ള ഐഡിയ ഉണ്ടാക്കാൻ ശ്രമിക്കുക. കുറേയധികം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഇന്ന് മുതൽ മറ്റേ ക്വസ്റ്റ്യൻ മെത്തേഡ് ആണെന്ന് പറഞ്ഞിരുന്നു. നാളെ മുതൽ നമുക്കത് എടുക്കാം. നാളെ നിങ്ങൾ എല്ലാവരും തന്നെ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിങ്ങളോട് ക്ലാസ് എടുക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ? ക്ലാസ് എടുക്കാനായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ? പ്രിൻസി പ്രിപ്പയർ ചെയ്യായിരുന്നോ? പ്രിൻസി പ്രിപ്പയർ ചെയ്ത. അപ്പം ഒരാള് പ്രിൻസി നാളെ, ഒരാള് പ്രിൻസി. രാജിത പ്രിപ്പയർ ചെയ്തോ? ശരിക്കും ആയിട്ടില്ല. ശരിക്കും ആയിട്ട് മതി. അനു ശ്രീകുമാർ ഇല്ല. ഷിനി അഭിലാഷ്, ഷിനി പ്രിപ്പയർ ചെയ്താ? ഷിനി കേൾക്കുന്നില്ല. സിന്ധു ടീച്ചറെ പ്രിപ്പയർ ചെയ്തോ? ഇല്ല. ഓക്കെ, കേൾക്കുന്നില്ല. നിങ്ങൾ കേൾക്കാത്തതാണോ? മനഃപൂർവ്വം ഓണാക്കാത്തതാണോ? മറ്റന്നാളെ തിങ്കൾ ചൊവ്വയായിട്ട് തീർക്കണം. നമുക്ക് തിങ്കൾ ചൊവ്വയായിട്ട് തീർക്കണം. ക്ലാസ് നിങ്ങൾ ക്ലാസ് എടുക്കാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ പഠിപ്പിച്ച ടീച്ചറിന്റെ മാതൃകയാക്കാം. നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ടൊരു മാതൃക ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമ്മുടെ കൈറ്റിന്റെ ചാനലിൽ കയറിയിട്ട് പ്രഗത്ഭരായുള്ള ടീച്ചറാണ് 1, 2, 3, 4, 5, 6 സ്റ്റാൻഡേർഡിലെ ക്ലാസ്സുകളെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പൊ അവര് എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാം. എങ്ങനെയാണെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള ഓൺ പ്രൊഡക്ഷൻ, കോപ്പിയല്ല, ഇൻസ്പയർ ചെയ്തിട്ട് നിങ്ങളുടെ ആയിട്ടുള്ള ഒരു ഓൺ പ്രൊഡക്ഷൻ ആയിട്ടൊരു ക്ലാസ് നിങ്ങൾ എടുക്കണം. വീഡിയോ ക്ലാസ് തന്നെ ആയിട്ട് നിങ്ങൾ എടുക്കണം. വീഡിയോ ഓൺ ആക്കി വെച്ച് തന്നെ ക്ലാസ് എടുക്കണം. ക്ലാസ് മുന്നിൽ കുട്ടികളുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇരുന്നോ നിന്നോ ഒക്കെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാവുന്നതാണ്. അത് എടുക്കണം. നമ്മുടെ എത്രയും പേരുടെ മുന്നിൽ നിന്നിട്ട് ഒരു ക്ലാസ് എടുക്കുന്ന 1, 2 ക്ലാസ് ഒക്കെ നമുക്ക് എടുപ്പിക്കാം. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, സമയമുണ്ട്, നമുക്കതിന് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പൊ അത് എടുക്കണം. നിങ്ങൾ തീർച്ചയായിട്ടും അത് പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ മോക്ക് ഇന്റർവ്യൂ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. 2 ദിവസമേ ഞാൻ നിങ്ങൾക്ക് ഞായർ, തിങ്കൾ, ചൊവ്വ ഇത്ര ദിവസം നമ്മൾ ക്ലാസിന്റെ ഒരു ലെവലാക്കണം. പിന്നെ സെൽഫ് ഇൻട്രൊഡക്ഷനും മോക്ക് ഇന്റർവ്യൂയിലേക്കൊക്കെ വരണം. അതിനോടൊപ്പം നമ്മൾ ഇതേപോലുള്ള കാര്യങ്ങൾ പഠിക്കുകയും വേണം. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഞാനൊന്ന് അടുത്ത ദിവസം ക്ലാസ് നിങ്ങൾക്ക് പറഞ്ഞു തരും. പഠിക്കേണ്ടത് എന്തൊക്കെ നിങ്ങൾ നോക്കണം. SCRT, CMAT, NCRT, സൈറ്റ്, കൈറ്റ്, ഇങ്ങനെ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കണം. എല്ലാവരുടെയും നോട്ടുണ്ട്. അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള CA റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അതിന് പറഞ്ഞു തന്നതായിരിക്കും. അതുപോലെ തന്നെ ദേശീയ സാക്ഷരതാ മിഷനെ പറ്റി നിങ്ങൾ നോക്കണം. പിന്നെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഇപ്പോഴത്തെ കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നോക്കണം. ആ കാര്യങ്ങൾ പറഞ്ഞു തരും. അതിന്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു പഠിക്കണം. ഇപ്പൊ വിദ്യാഭ്യാസ കമ്മീഷൻ, മെക്കാളെ മിനിറ്റ്സും, ഡെസ്പാച്ചും, ഹണ്ടർ കമ്മീഷനും, റെയിൽവേ കമ്മീഷനും, സാലറി കമ്മീഷനും, രാധാകൃഷ്ണൻ കമ്മീഷനും ഒക്കെ നിങ്ങൾ വായിച്ച് അതിന്റെ ഡേറ്റും കാര്യങ്ങളും എന്താണെന്നുള്ളതൊക്കെ ഓർത്ത് വെച്ചിരിക്കണം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കാണാപ്പാടമല്ല. നിങ്ങളോട് ഒരു 4 ഓപ്ഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ അല്ല അവർ ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവുന്നതാണ് അവർ ചോദിക്കുന്നത്. അപ്പം അല്ലെങ്കിൽ നമ്മുടെ ഭാരതീയ വിദ്യാഭ്യാസ ചരിത്രത്തെ കുറിച്ച് ഒന്ന് വായിച്ച്, നമ്മുടെ വേദകാല വിദ്യാഭ്യാസത്തെ പറ്റിയും
അങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചോദിക്കാം. ആ ലെവലിലൊക്കെ നമ്മളോട് ചോദിക്കാം. ഈ വേദകാല വിദ്യാഭ്യാസവും അല്ലെങ്കിൽ ബുദ്ധ വിദ്യാഭ്യാസവും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത് നിങ്ങളോട്, അതായിരിക്കും. അല്ലെങ്കിൽ ദ്രാവിഡ വിദ്യാഭ്യാസവും നമ്മുടെ ആധുനിക ഭാരതത്തിലെ കൊളോണിയൽ ഭരണകാലത്തെ വിദ്യാഭ്യാസവും ഒക്കെ തമ്മിലുള്ള ഒരു ഇന്റർ റിലേഷൻ, വ്യത്യാസം, അഫിനിറ്റീവ്സ്, സിഗ്നിഫിക്കൻസ്, ഇങ്ങനെയൊക്കെ സിമ്പിൾ ആയിട്ട് കാഷ്വൽ ആയിട്ടൊരു ക്വസ്റ്റ്യനുകളോട് ചോദിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിനെപ്പറ്റി നിങ്ങളുടേതായിട്ടുള്ള പെർസെപ്ഷനുകളിലോടുകൂടി സംസാരിക്കുവാൻ കഴിയും. അപ്പൊ അതിനു വേണ്ടിയിട്ട് അതെന്താണെന്ന് അറിഞ്ഞിരിക്കണം അല്ലേ? ഇപ്പൊ കൊളോണിയൽ ഭരണകാലത്തെ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ, കൊളോണിയൽ ഭരണകാലത്തെ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അതിന്റെ ആരംഭം എന്ന് പറയുന്നത് 1784 നമ്മുടെ സർ വില്യം ജോൺസ് കൽക്കട്ടയിൽ എന്ത് സ്ഥാപിച്ചു? ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിക്കുകയുണ്ടായി. അതിന്റെ ഫലമായിട്ടൊക്കെ വന്ന കാര്യങ്ങള്, അതുമായിട്ട് അതിനെ തുടർന്ന് വന്ന ബനാറസ് ഹിന്ദു സംസ്കൃത കോളേജ് പോലുള്ള ജോണാഥൻ ഡങ്കന്റെ അല്ലെ, പിന്നെ 813 ചാർട്ടർ ആക്ട്, അതായത് ക്രിസ്തീയ വിദ്യാഭ്യാസത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ ക്രിസ്തീയ പുരോഹിതന്മാരിലേക്ക് കൊടുക്കുന്ന ഒരു ആക്ട് ഉണ്ട്, 813 ചാർട്ടർ ആക്ട് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിന്റെ ജനറൽ ആയിട്ടുള്ള ഐഡിയാസ് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചു. അതിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഒരു ക്ലാസ്സിലൂടെയൊക്കെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അത് നമ്മൾ ഫിലോസഫിയിൽ വരുന്ന കാര്യങ്ങളാണ്. ചിലപ്പോൾ ടീച്ചറിന് നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യുന്ന ടീച്ചർ ഒരു ഫിലോസഫി ടീച്ചർ ആയിരിക്കാം. നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യുന്ന ടീച്ചർ ഒരു ഫിലോസഫി ടീച്ചർ ആയിരിക്കാം. അവർക്ക് ഫിലോസഫിയെ പറ്റിയ ഐഡിയ കാണത്തുള്ളൂ. ഫിലോസഫി ചോദിച്ചാൽ മതി. ഒരു ഫിലോസഫിയായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. നിങ്ങളെ മുന്നിൽ ഇരിക്കുന്നത് ഒരു പെഡഗോജി ബേസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പെഡഗോജി നന്നായിട്ട് അറിയാവുന്ന ഒരു പെഡഗോജി ആയിട്ടുള്ള ഒരു പ്രൊഫസർ ആയിരിക്കും നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. അവർ പെഡഗോജിയുമായി റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ എങ്ങനെയും ചോദിക്കാം, ഏത് ലെവലിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അതൊരു ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കത്തില്ല, ജസ്റ്റ് സിമ്പിൾ ആയിട്ട്. ഇപ്പൊ ജനറൽ ആയിട്ട് ഒരു ജനറൽ എഡ്യൂക്കേഷൻ എടുക്കുന്ന ഒരു ടീച്ചറാണ് നിങ്ങളുടെ മുന്നിൽ, ഒരു ഇന്റർവ്യൂ ആണ് നിങ്ങൾ ഇരിക്കുന്നത്, കരിക്കുലത്തെ പറ്റി ചോദിക്കാം. നമ്മുടെ ഇപ്പോഴത്തെ കരിക്കുലം എന്താണ്, എന്ത് തരത്തിലുള്ള അപ്രോച്ചാണ് ഇപ്പൊ നമ്മുടെ കരിക്കുലം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കേരള കരിക്കുലം ഫ്രെയിംവർക്ക് KCF 2007 കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്, എന്താ അതിൽ പറയുന്നത്? അല്ലെങ്കിൽ 2005 NCF കുറിച്ച് നിങ്ങൾക്ക് എന്താ അറിയാവുന്നത്, അല്ലെങ്കിൽ എന്താ പറയാനുള്ളത്, എന്തൊക്കെ പറഞ്ഞുള്ള ചോദ്യങ്ങളായിരിക്കാം നമ്മളോട് പലപ്പോഴും ചോദിക്കുന്നത്. അപ്പൊ ഇതിനെയൊക്കെ പറ്റി ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഇപ്പം സിമ്പിൾ ആയിട്ട് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജി അല്ലേ, ഒരു വേർഡ് പറഞ്ഞിട്ട് അത് എന്താണ്, പെഡഗോജിയിലെ ഏത് വിഭാഗത്തിൽ വരുന്നതാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. സോഴ്സ് മെത്തേഡ് എന്ന് പറയുന്നത് അത് ഏത് തരം പഠനത്തിനാണ് സോഴ്സ് മെത്തേഡ് ഉപയോഗിക്കുന്നതെന്ന് ഒരു കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പറയാൻ കഴിയണം. കാരണം സോഴ്സ് മെത്തേഡ് എന്ന് പറയുന്നത് ഉൽപ്പത്തി പരിശോധന എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ സ്ട്രാറ്റജി ആണോ, ഇൻസ്ട്രക്ഷൻ മെത്തേഡ് ആണോ, ബോധന രീതിയാണോ, ബോധന തന്ത്രമാണോ? സോഴ്സ് മെത്തേഡ്, ഉൽപ്പത്തി, സോഴ്സ് മെത്തേഡ് പറയേ. ഉൽപ്പത്തി പരിശോധന രീതി പറയടേ. ഉൽപ്പത്തി പരിശോധന രീതി, സോഴ്സ് മെത്തേഡ് എന്ന് പറയുന്നത് പറയേ. ഇനിപടി പറഞ്ഞേ, സോഴ്സ് മെത്തേഡ് എന്ന് പറഞ്ഞ എന്താണ്? ബോധന രീതിയാണ്. ഓക്കെ, എന്താണ്, ഏത് തരം കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഇൻസ്ട്രക്ഷണൽ മെത്തേഡ് ഉപയോഗിക്കുന്നത്, ബോധന രീതി ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഒരു ടീച്ചർ ആണെങ്കിൽ നിങ്ങൾ ഉൽപ്പത്തി പരിശോധന രീതി എന്ത് പഠിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് ചോദിക്കും പരീക്ഷയ്ക്കല്ല, ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കുകയാണ് നിങ്ങളോട്. എന്ത് തരം കാര്യം പഠിപ്പിക്കുന്നതിനാണ് നമ്മൾ ഇപ്പൊ ലെക്ചർ മെത്തേഡ് എന്തിനു ഉപയോഗിക്കാം? ഇപ്പൊ സോഷ്യലൈസ്ഡ് റെസിറ്റേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക കാര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കിൻഡർ ഗാർട്ടൻ ഒരു പ്രത്യേക രീതിക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ടെല്ലിംഗ് മെത്തേഡ് അത് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഹ്യൂറിസ്റ്റിക് എല്ലാത്തിനും പറ്റും. ഡാൽട്ടൺ എല്ലാത്തിനും പറ്റത്തില്ല. അപ്പം ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഉൽപ്പത്തി പരിശോധന രീതി, സോഴ്സ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്തിനു ഉപയോഗിക്കുന്ന വിഷയം എന്താണ് ഉപയോഗിക്കുന്നത്? സോഴ്സ് മെത്തേഡ് ഏത് വിഷയം പഠിപ്പിക്കാനാണ് കൂടുതലും സോഴ്സ് മെത്തേഡ് ഉപയോഗിക്കുന്നത്? സോഴ്സ് മെത്തേഡ് ഉപയോഗിക്കുന്നത് കൂടുതലും SS പഠിപ്പിക്കാനാണ്. സോഷ്യൽ സയൻസ് പോലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ സോഷ്യൽ സയൻസിന്റെ എന്താണ് പ്രപഞ്ചമല്ല.
എസ് സോഷ്യൽ സയൻസിൽ സാമൂഹ്യ ശാസ്ത്രം എന്ന് പറയുന്ന കാര്യം പഠിപ്പിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സോഴ്സ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഉൽപ്പത്തി പരിശോധന രീതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രഭവ ബന്ധിത രീതി എന്നൊക്കെ നമ്മൾ പറയും അതിന്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഇതില് ഈ ഉൽപ്പത്തി പരിശോധന രീതിയില് സോഴ്സ് ഉറവിടങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യം വരും. അതായത് നമ്മുടെ പൂർവികന്മാർ ഉപയോഗിച്ചിരുന്നതും ഉപേക്ഷിച്ചതുമായിട്ടുള്ള നിരവധി വസ്തുക്കൾ നമുക്ക് പ്രയോജനപ്പെടുത്താവുന്ന തെളിവുകളായിട്ട് പറയുന്നത് കൂടുതൽ നമ്മൾ ഏതിലാണ്? സോഷ്യലിലാണ്. ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? അതായത് ഒരു ചരിത്ര സംഭവം ഇപ്പം 1984 84 83 BT എന്ന് പറയുന്നത്. BT എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? BT അയ്യോ BT വഴുതനല്ല, അതല്ല BT. ഞാൻ ഹിസ്റ്ററി അല്ലേ പറയുന്നത്, അപ്പൊ പിന്നെ വഴുതനെ പിടിക്കണം എന്തിന്? ഹിസ്റ്ററി അല്ലേ, ഒരു ചരിത്ര സംഭവം എന്നല്ലേ പറഞ്ഞത്. BT എന്ന് പറയുന്നത് ഭോപ്പാൽ ട്രാജഡി അല്ലെങ്കിൽ ഭോപ്പാൽ ഡിസാസ്റ്റർ. ഓർമ്മയുണ്ടോ? ഭോപ്പാൽ ദുരന്തം 84 യൂണിയൻ കാർബൈഡ് അല്ലേ? യൂണിയൻ കാർബൈഡ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്നും എന്ത് ചോർന്നത്? MIC. യൂണിയൻ കാർബൈഡ് അല്ല ചോർന്നത്. യൂണിയൻ കാർബൈഡ് എന്ന് പറയുന്ന കമ്പനിയുടെ പേരാ. MIC മീഥൈൽ ഐസോസൈനേറ്റ് അല്ലേ? മീഥൈൽ ഐസോസൈനേറ്റ് എന്ന് പറയുന്ന MIC എന്ന് പറയുന്ന വാതകം ചോർന്ന്, അതായത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ MP-യില് മധ്യപ്രദേശില് ആ വാതകം ചോർന്ന് ഒരുപാട് പേര്, അതായത് ഒരു റെയിൽവേ സ്റ്റേഷനോട് ചേർന്നിട്ടുള്ള മധ്യപ്രദേശിലെ ഒരു ഭോപ്പാലില് UCIL എന്നാണ് കമ്പനിയുടെ പേര്. അതായത് യൂണിയൻ കാർബൈഡ് ഇന്ത്യ ലിമിറ്റഡ് എന്നാണ്, ഒരു അമേരിക്കൻ കമ്പനി ആയിരുന്നു. അപ്പൊ അവിടെ ഒരു റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന്, അതായത് റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് ഇവിടെ ഒരു ചേരി പ്രദേശം ഉണ്ടായിരുന്നു. അതായത് ആയിരക്കണക്കിന് ഹൗസുകളുള്ള, റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ഒരു ചേരി പ്രദേശം, ഇഷ്ടംപോലെ കുടിലുകൾ, വീടുകളുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ ചേരി പ്രദേശം. അതിനോട് ചേർന്ന് തന്നെയാണ് ഈ കമ്പനി പ്രവർത്തിച്ചിരുന്നത്. UCIL എന്ന് പറയും, യൂണിയൻ കാർബൈഡ് ഇന്ത്യ ലിമിറ്റഡ്. അപ്പൊ ഇവിടെ നിന്നാണ് വിഷയവാദം ചോദിച്ചിട്ട് ഈ ചേരി പ്രദേശത്തുള്ള പാവങ്ങളാണ് കംപ്ലൈന്റ് വരുന്നത്. ഗവൺമെന്റ് റിപ്പോർട്ട് അനുസരിച്ച് 10,000-25,000 പറയുന്നത്. പക്ഷേ ലക്ഷക്കണക്കിന് ആൾക്കാർ ഭരിച്ചു എന്നാണ് അതിന്റെ റിപ്പോർട്ട് എന്ന് പറയുന്നത്. പോട്ടെ, അപ്പൊ ഇതൊരു ചരിത്ര സംഭവമല്ലേ, അല്ലേ? അപ്പൊ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, നിങ്ങളൊരു സോഷ്യൽ സയൻസ് ടീച്ചർ ആണെങ്കിൽ MICയെ കുറിച്ച് പഠിപ്പിക്കുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഭോപ്പാൽ ദുരന്തത്തെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഹിസ്റ്ററിയിൽ ജാലിയൻ വാലാബാഗിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോഴത്തേക്ക് അല്ലേ, അല്ലെങ്കിൽ കുമാരനാശാനെ കുറിച്ച് പഠിപ്പിക്കുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ മലബാർ ലഹളയെ കുറിച്ച് പഠിപ്പിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഇതിനോട് അടുത്തുള്ള സ്ഥലങ്ങളിലുള്ളവര്, അല്ലെങ്കിൽ കുമാരനാശനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ സ്കൂളിൽ നിന്നും ടൂറിനൊക്കെ പോകുന്നതാണ്. അങ്ങോട്ടേക്ക് ഒരു സ്റ്റഡി ടൂർ വെക്കാം. നിങ്ങൾക്ക് കുമാരനാശൻ ജനിച്ച സ്ഥലവും കുമാരനാശൻ ജീവിച്ചതും എഴുത്തുകൾ ഇതൊക്കെ നേരിട്ട് കാണിക്കാൻ പറ്റത്തില്ലേ? പിന്നെ യൂണിയൻ കാർബൈഡ് എന്ന കമ്പനി അവിടെയുള്ള സ്കൂളുകാർക്ക് നേരിട്ട് കൊണ്ട് കാണിക്കാൻ പറ്റും. വാഗൺ ട്രാജഡി നടന്ന അതിന്റെ സ്മാരകത്തിൽ പോയി അവിടെ കൊണ്ട് കാണിക്കാൻ പറ്റും. മലബാർ ലഹള അതിന്റെ സ്മാരക നടന്ന സ്ഥലങ്ങൾ അവിടെ കൊണ്ട് കാണിക്കാൻ പറ്റും. മാമാങ്കം നടന്ന സ്ഥലം, അവിടെ തിരുനാവായ അവിടെ കൊണ്ട് കാണിക്കാൻ പറ്റും. അപ്പൊ ഇത് ഇങ്ങനെ കാണിക്കുന്നു. അതായത് നേരിട്ടുള്ള കാര്യങ്ങൾ, അതായത് ചരിത്ര സംഭവമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സോഴ്സസുകള്, ഉൽപ്പത്തികള്, ഉറവിടങ്ങള് നമ്മൾ കുട്ടികളെ നേരിട്ട് ലൈവായിട്ട് നേരിട്ട് കാണിച്ചു പഠിപ്പിക്കുകയാണ്.
പഠിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള ഉറവിടങ്ങളാണ് നമ്മൾ പ്രൈമറി സോഴ്സ്, പ്രാഥമിക ഉറവിടങ്ങൾ എന്ന് പറയുന്നത്. പ്രാഥമിക ഉറവിടങ്ങൾ എന്ന് പറയുന്നത് പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് അല്ലേ. ഒരു ടീച്ചറിന് പറ്റുമോ? ഒരു നല്ലൊരു സോഷ്യൽ സയൻസ് ടീച്ചർ ആണെങ്കിൽ പറ്റും, കാണിക്കാൻ പറ്റും. ഇനി ഇത്തരത്തിലുള്ള ഈ പ്രാഥമിക ഉറവിടങ്ങളുടെ സഹായത്തോടു കൂടി ഇപ്പൊ നമ്മൾ സ്കൂളിൽ ഇപ്പൊ ഭോപ്പാൽ ദുരന്തത്തെ പറ്റി പഠിപ്പിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ഒരു സ്കൂളിലെ അധ്യാപകർ ചെയ്യുന്നത് ഒരിക്കലും പ്രാഥമിക ഉറവിടം ഉപയോഗിക്കാൻ പറ്റുമോടെ? പറ്റുമോ? പറ്റത്തില്ല. കാരണം മധ്യപ്രദേശിൽ ഭോപ്പാലിൽ പോവേണ്ടി വരും അത് കാണിക്കാനായിട്ട്. ഇപ്പോഴും ആ കമ്പനി അതേപോലെ പൂട്ടിക്കിടക്കുന്നുണ്ട് അല്ലേ. അതുപോലെ നിങ്ങളുടെ ഇപ്പം നമ്മുടെ റഷ്യയുമായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യം ഏതാടെ? ഏതാ? ഉക്രൈൻ അല്ലേ. ഉക്രൈനിലും ഇതേപോലുള്ള ഒരു പ്രാതാലയം ഉണ്ട്. ലക്ഷക്കണക്കിന് കിലോമീറ്റർ വ്യാപിച്ചെടുക്കുന്ന ഒരു പ്രാതാലയം ഉണ്ട്. ഏതാണ് ആ പ്രാതാലയം? ഈ ഭോപ്പാലിലെ UCIL പോലുള്ള യൂണിയൻ കാർബൈഡ് ഇന്ത്യ ലിമിറ്റഡ് പോലുള്ള ഒരു കമ്പനി അവിടെ ഉണ്ടായിരുന്നു പണ്ട്. എന്താണ് യുക്രൈനിലെ സ്ഥലത്തിന്റെ പേരെന്താ? ചെർണോബ് അല്ലേ. കേട്ടില്ലേ? ചെർണോബ് ദുരന്തം ഓർമ്മയില്ലേ? ചെർണോബില് അവിടെയുള്ള എന്താ പൊട്ടിയത്? അതൊരു ചെർണോബില് എന്താ ഉണ്ടായിരുന്നത്? എന്തുവാടെ ചെർണോബില് എന്താ ഉണ്ടായിരുന്നത്? നിങ്ങളെ ഹിസ്റ്ററി പഠിച്ചവർ ആരുമില്ലേ? പറയാൻ കാരണം നമ്മുടെ ഭോപ്പാൽ ദുരന്തം 1986 ചെർണോബിൽ ദുരന്തോ സെയിം വർഷമാണ് 86. അതുകൊണ്ടാണ് ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞത്. സെയിം വർഷമാണ്. പക്ഷെ ഇവിടെ എന്താണ്? ചെർണോബിൽ എന്താണ്? ആണവ റിയാക്ടർ ആണ് പൊട്ടിയത്. മനസ്സിലായല്ലേ? അത് ലക്ഷക്കണക്കിന് ലക്ഷം ആൾക്കാർ മരിച്ച് ഇപ്പോഴും അതിന്റെ ദുരിതം അനുഭവിക്കുന്നവരാണ്. ഈ ആണവ റിയാക്ടർ പൊട്ടിയിട്ട് അവിടെ ആണവ വിരണമൊക്കെ ആയിട്ടിട്ട് പോട്ടെ. അപ്പം ഇതൊന്നും നമുക്കൊരിക്കലും ഒരു ടീച്ചറിന് പ്രാഥമികമായിട്ട് ഇപ്പൊ ചെർണോബിൽ ദുരന്തത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ഹിസ്റ്ററി ടീച്ചർ, അല്ലെങ്കിൽ ജർമ്മനിയിലെ നാസികളുടെ ഹിറ്റ്ലറെ കുറിച്ച് പഠിപ്പിക്കുന്ന നാസികളുടെ ക്രൂരതയെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ, അത് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. അവിടെ പോയി കാണിക്കാൻ പറ്റത്തില്ല. ജർമ്മനിയിൽ പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ പ്രാഥമിക ഉറവിടം പ്രൈമറി സോഴ്സ് കാണിക്കാൻ പറ്റത്തില്ല. അപ്പൊ ആ ടീച്ചർ എന്താ ചെയ്യുന്നത്? എന്ത് ചെയ്യും? സെക്കൻഡറി ആയിട്ടുള്ള സോഴ്സ് ഉപയോഗിക്കും, ദ്വിതീയ ഉറവിടങ്ങൾ ഉപയോഗിക്കും. അതായത് പ്രാഥമിക ഉറവിടത്തിൽ നിന്നും ഒരു സാക്ഷിയുടെ അല്ലെങ്കിൽ സാക്ഷികളുടെ സഹായത്തോടെ നിർമ്മിക്കുന്ന ഉറവിടങ്ങളാണ് സെക്കൻഡറി സോഴ്സ്. ദ്വിതീയ ഉറവിടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെർണോബിൽ ദുരന്തം പഠിപ്പിക്കുന്ന ഒരു ടീച്ചറിന് അല്ലെങ്കിൽ ഭോപ്പാൽ ദുരന്തം പഠിപ്പിക്കുന്ന ഒരു ടീച്ചറിന് എന്തുപയോഗിക്കാം ദ്വിതീയ ഉറവിടമായിട്ട്? പറയടേ. ഗാന്ധിജിയെ കുറിച്ച് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് പ്രൈമറി സോഴ്സാ സെക്കൻഡറി സോഴ്സാ? പറഞ്ഞോ. അതറിയെങ്കിലും പറയാം. സെക്കൻഡറി. സെക്കൻഡറി ആണ്. വീഡിയോ ഉപയോഗിക്കുന്നുണ്ട്, ബുക്സുകൾ ഉപയോഗിക്കുന്നുണ്ട്, ചിത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അല്ലാതെ ഞാൻ സൗർമതി ആശ്രമത്തിൽ പോയിട്ടാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്? അല്ലല്ലോ, അല്ല. ദാറ്റ് ഈസ് സെക്കൻഡറി സോഴ്സ്. അപ്പൊ ചെർണോബിൽ ദുരന്തം പഠിപ്പിക്കുമ്പോഴത്തേക്ക്, ഉക്രൈനിൽ വരുന്ന ചെർണോബിൽ ദുരന്തം പഠിപ്പിക്കുമ്പോഴത്തേക്ക് അവിടെയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട ചരിത്ര പുസ്തകങ്ങള് അത് റെഫർ ചെയ്യാറ്റി പഠിപ്പിക്കുന്നത്. മീതേൽ ഐസോസൈനേറ്റ് എന്ന് പറയുന്ന ദുരന്തം, ഭോപ്പാൽ ദുരന്തത്തെ കുറിച്ച് പഠിപ്പിക്കുമ്പോഴത്തേക്ക് ആ ദുരന്തത്തെ കുറിച്ച് അന്ന് എഴുതി വന്നിട്ടുള്ള ചരിത്ര പുസ്തകങ്ങള്, അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ചരിത്രങ്ങള് അത് നോക്കി അത് റെഫർ ചെയ്ത് അത് വെച്ചായിരിക്കും നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഗാന്ധിജി പഠിപ്പിക്കുമ്പോൾ ഗാന്ധിയുടെ ജീവചരിത്രം ഞാൻ വായിച്ചിരിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ ഹിറ്റ്ലറെ കുറിച്ച് പഠിപ്പിക്കുക ഹിറ്റ്ലറുടെ ജീവചരിത്രം ഞാൻ വായിച്ചിരിക്കും, ഹിറ്റ്ലറുടെ ഹിസ്റ്ററി ഞാൻ വായിച്ചിരിക്കും. ദാറ്റ് ഈസ് സെക്കൻഡറി സോഴ്സ്, ദ്വിതീയ ഉറവിടം. അപ്പൊ എപ്പോഴും ഈ ദ്വിതീയ ഉറവിടങ്ങള് പ്രാഥമിക ഉറവിടങ്ങളൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ സോഴ്സ് മെത്തേഡ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കൂടുതലും ഈ ഹിസ്റ്ററി ക്ലാസ്സുകളിലാണ്, അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് ക്ലാസ്സുകളിലാണ്. മനസ്സിലായ? അപ്പൊ ഉൽപ്പത്തി പരിശോധന രീതി എന്ന് വെച്ച കാര്യം മനസ്സിലായ എന്താണെന്നുള്ളത്? സംഭവം മനസ്സിലായ? അതൊരു ഇൻസ്ട്രക്ഷണൽ മെത്തേഡാണ് എന്നുള്ള കാര്യം മനസ്സിലായി. എന്താണ് ഉൽപ്പത്തി പരിശോധന രീതി എന്നുള്ള കാര്യം മനസ്സിലായടെ? ക്ലിയർ ആണോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഈ ഞാനിപ്പോ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ചെർണോബിൽ ദുരന്തമായാലും
ഗാന്ധിജി ആയാലും ഭോപ്പാൽ ദുരന്തം ആയാലും ഇത് ഏത് കാലഘട്ടത്തിൽ നടന്നതാണ്, ഏത് കാലത്താണ് ഇത് നടന്നത്? ആ കാലത്തിന്റെ പേര് പറയുമല്ലോ, എന്താണ് ആ കാലം എന്ന് പറയുന്നത്? ഏത് കാലമാണ്? വർത്തമാനം, ഭാവി, ഭൂതം, 3 കാലമല്ലേ ഉള്ളു. അപ്പൊ ഇതൊക്കെ ഏത് കാലത്താ? ഇതൊക്കെ ഏത് കാലത്തെ വസ്തുതകളാണ്? ചെർണോബിൽ ദുരന്തവും ഭോപ്പാൽ ദുരന്തവും ഗാന്ധിയെ കുറിച്ച് പഠിപ്പിക്കുമ്പോഴും ഹിറ്റ്ലറെ കുറിച്ച് പഠിപ്പിക്കുമ്പോഴും റഷ്യൻ വിപ്ലവത്തെ കുറിച്ച് പഠിപ്പിക്കുമ്പോഴും അമേരിക്കൻ വിപ്ലവത്തെ കുറിച്ച് പഠിപ്പിക്കുമ്പോഴും ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ച് പഠിപ്പിക്കുമ്പോഴും ഒക്കെ അതൊക്കെ ഏത് കാലത്താ? നടന്നതാണോ, നടക്കാനിരിക്കുന്നതാണോ, നടന്നുകൊണ്ടിരിക്കുന്നതാണോ? നടന്നത്. അപ്പൊ ഏത് കാലം അത്? ഭൂതകാലം അല്ലേ? ഭൂതകാലം. അപ്പം ഭൂതകാല വസ്തുതകൾ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ടീച്ചറിനോട് പറയാം സോഴ്സ് മെത്തേഡ് എന്താണ് ടീച്ചർ, അത് സോഷ്യൽ സയൻസിനാണ് കൂടുതൽ യോജ്യമായത്. ആ ഭൂതകാല വസ്തുതകളാണ്. ഭൂതകാല വസ്തുതകള് അതുപോലെ തന്നെ അതിന്റെ സ്രോതസ്സുകള്, അവയുടെ സോഴ്സുകള്, ഭൂതകാല വസ്തുതകള്, അതിന്റെ സ്രോതസ്സുകള്, ഇതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് എന്തെന്ന് പറയുന്നത് സോഴ്സ് മെത്തേഡ്. നിങ്ങൾ സോഷ്യൽ സയൻസിന്റെ ഏത് ക്ലാസ് വേണം നോക്കിയോ, ആ സോഷ്യൽ സയൻസിൽ എപ്പോഴും ഉപയോഗിക്കുന്നത് ഏതാണ്? സോഴ്സ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അതിൽ മിക്കവാറും ഒക്കെ സെക്കൻഡറി സോഴ്സ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഞാനൊരു ബയോളജി പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ എനിക്കൊരിക്കലും ഈ സോഴ്സ് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഞാനൊരു പൂവിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരണോ പണ്ടുണ്ടായിരുന്ന, അത് എവല്യൂഷൻ അത് ഹിസ്റ്ററിയാണ്. എവല്യൂഷൻ ഹിസ്റ്ററി ഈ സോഷ്യൽ സയൻസിലുള്ള സാധനം തന്നെയാണ് എവല്യൂഷൻ, പരിണാമം എന്ന് പറയുന്നത്. പക്ഷെ അല്ലാതെ ബയോളജിയിൽ ഹാർട്ടിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഞാൻ പറയുന്നോടെ പണ്ടുണ്ടായിരുന്ന ഒരു ഹാർട്ടാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കണോ? വേണോടെ? ചെമ്പരത്തി പൂവിനെ കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കുകയാണ്, ചെമ്പരത്തി പൂവിന്റെ ഇതളുകളെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയണോ പണ്ട് 1980 ഉണ്ടായിരുന്ന ഒരു പൂവാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോടെ? അതിങ്ങനെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോടെ? ഇല്ല. മാത്സ് പഠിപ്പിക്കുമ്പോൾ അതുപോലെ തന്നെ, ഫിസിക്സ് പഠിപ്പിക്കുമ്പോൾ അതുപോലെ തന്നെ. അപ്പൊ അതിനൊന്നും ഈ സോഴ്സ് മെത്തേഡ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. സോഴ്സ് മെത്തേഡ് കൂടുതൽ ഉപയോഗിക്കേണ്ടത് കൂടുതലും ഈ സോഷ്യൽ സയൻസ് ആയിട്ടുള്ള സ്റ്റഡീസിനാണ് കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത്. പിന്നെ ജിയോഗ്രഫിക്ക് കുറച്ച് ഉപയോഗിക്കും, ബയോളജിയിൽ ഉപയോഗിക്കും. ബയോളജിയിലെ എവല്യൂഷൻ എന്നുള്ള ഭാഗത്ത് ഉപയോഗിക്കണം. ആ എവല്യൂഷൻ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഹിസ്റ്ററി, പരിണാമമാണല്ലോ. അപ്പൊ സോഴ്സ് മെത്തേഡ് ഉപയോഗിച്ചേ പറ്റുള്ളൂ. അല്ലാതെ പണ്ടുണ്ടായിരുന്ന ഗൊറില്ലയെ കുറിച്ച് അല്ലെങ്കിൽ പണ്ട് കുരങ്ങന്മാരിൽ നിന്നാണ് മനുഷ്യനുണ്ടായെന്ന് പറയുമ്പോഴത്തേക്ക് പണ്ടത്തെ കുരങ്ങന്മാരെ കഥകളെ നമുക്കറിയാവൂ. അതിനെക്കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള എവിഡൻസ് മാത്രമേ നമ്മുടെ ഉള്ളൂ, അല്ലെങ്കിൽ പാലിയോന്റിയോളജിക്കൽ ആയിട്ടുള്ള എവിഡൻസ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അത് വെച്ച് നമ്മൾ ഇങ്ങോട്ട് പഠിപ്പിക്കണം, അതായത് സെക്കൻഡറി സോഴ്സ് വെച്ച് പഠിപ്പിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഭൂതകാല വസ്തുതകളും അവയുടെ സ്രോതസ്സുകളും ഒക്കെ പഠിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രക്ഷണൽ മെത്തേഡാണ്, അല്ലെങ്കിൽ ഒരു ബോധന രീതിയാണ് സോഴ്സ് മെത്തേഡ്, ഉൽപ്പത്തി പരിശോധന രീതി എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ ടീച്ചർ ചോദിക്കുകയാണ്, എന്താണ് ഉൽപ്പത്തി പരിശോധന രീതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സോഴ്സ് മെത്തേഡ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷണൽ മെത്തേഡിനെ പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഇതേപോലെ നല്ലതുപോലെ വൃത്തിയായിട്ട് വളരെ മിതമായ ഭാഷയിൽ, മിതമായ സൗണ്ടിൽ, മനസ്സിലാവുന്ന തരത്തിൽ, കൺഫ്യൂസ് ചെയ്യിപ്പിക്കാതെ 1, 2, 3, 4 സെന്റൻസുകൾ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? സോഴ്സ് മെത്തേഡ് മനസ്സിലായില്ലേ പറഞ്ഞത് ഞാൻ? അല്ലേ? ഓക്കെ ആണോ? അവിടെ റെഡി അല്ലേ? പക്കാ? ഓക്കെ അല്ലേ? രാജിത, പ്രിൻസി. അപ്പൊ പ്രിൻസി നാളെ ക്ലാസ് എടുക്കണം കേട്ടോ. പ്രിൻസി ടീച്ചറെ, ഓക്കെ, നാളെ ക്ലാസ് എടുക്കുക. പ്രിൻസി ടീച്ചറെ നാളെ ക്ലാസ് എടുക്കണം കേട്ടോ. 50 മിനിറ്റ് മാക്സിമം 15, അതിനുള്ളിൽ എത്ര വേണം ആവാം. ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കണം. നിങ്ങൾ ഏത് ക്ലാസ് ആണോ എടുക്കുന്നത് ആ ക്ലാസ് ഞാൻ ആദ്യം തുടക്കത്തിൽ ക്ലാസ്സിൽ പറഞ്ഞു തരുന്നല്ലോ. തുടക്കത്തിലുള്ള ഒരു ക്ലാസ് ഞാൻ പറഞ്ഞു തന്നായിരുന്നു. നിങ്ങളിപ്പോ ഒരു ബയോളജിനെ എടുക്കാൻ പോകണമെങ്കിൽ ബയോളജി പൂവിനെ പറ്റിയാണ് പഠിപ്പിക്കാൻ പോകുന്നതെങ്കിൽ, ഇലയെ പറ്റിയാണ് പഠിപ്പിക്കാൻ പോകുന്നതെങ്കിൽ, വേരിനെ കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ ഇന്റർവ്യൂവിന് കൊണ്ടുപോകുന്ന ഫയലിൽ വെച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഏതൊരു ടീച്ചിങ് എയ്ഡ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അല്ലാതെ ഒരു ചെടിയും പിടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ ഇന്റർവ്യൂവിന് പോകുമ്പോഴത്തേക്ക്, പറ്റത്തില്ലല്ലോ.
ഇല്ലേ? നിങ്ങളിപ്പോ ഒരു കെമിസ്ട്രിയാണ് കെമിസ്ട്രി ലോഹങ്ങളെ കുറിച്ച് പഠിപ്പിക്കാൻ പോവുകയാണ്. അപ്പൊ നിങ്ങളുടെ കഴുത്തിൽ മാല കാണും, കയ്യില് മോതിരം കാണും, അതുവരെ ഒപ്പിച്ചിട്ട് പഠിപ്പിച്ചൂടെ? നിങ്ങൾ ഇലക്ട്രോണിക്സിനെ കുറിച്ച് ഒരു സബ്ജക്റ്റ് ആണ് എടുക്കുന്നത് 10ാം ക്ലാസ്സിലെ, സോറി 6ാം ക്ലാസ്സിലെ 7ാം ക്ലാസ്സിലെ. നിങ്ങളുടെ കയ്യിൽ മൊബൈൽ എപ്പോഴും ഫയലുണ്ടെങ്കിൽ ആ മൊബൈൽ ഓഫ് ചെയ്യണം. അത് ഞാൻ പറയും, ഓഫ് ചെയ്ത് അപ്പൊ ആ മൊബൈൽ വെച്ചിട്ട് പഠിപ്പിക്കാം. അതൊക്കെ ഒരു ടീച്ചിങ് ആയിട്ട് ഉപയോഗിക്കാം, അല്ലേ? വല്ലവന് പുല്ലും ആയുധം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തീരുമാനിക്കണം. അപ്പൊ കൊണ്ടുപോകാൻ പറ്റുന്ന, ഫയലിനകത്ത് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ടീച്ചിങ് എയ്ഡ്സ് ഒക്കെ നമുക്ക് കൊണ്ടുപോകാം. പിന്നെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും, ക്ലാസ് എടുക്കാൻ പറയുന്നവരടുത്ത് നിങ്ങൾ പ്രിപ്പയർ കൊണ്ടുവന്ന് എടുക്കാൻ പറയുന്നത് ടീച്ചേഴ്സും ഉണ്ട്, ഇന്റർവ്യൂസും ഉണ്ട്. അവർ തരുന്ന സബ്ജക്റ്റും എടുക്കാൻ പറയുന്ന ഇന്റർവ്യൂസും ഉണ്ട്. അവർ പറയുന്ന സബ്ജക്ട് നമുക്ക് സ്യൂട്ട് ആണെങ്കിൽ എടുക്കാൻ പറ്റുമെന്ന് പറയുക, അല്ലെങ്കിൽ പ്രിപ്പയർ അല്ലെന്ന് പറയുക. പിന്നെ പ്രിപ്പയർ അല്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്ക് കുറച്ചറിയാം സാർ, ഞാനൊന്ന് ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ടും എടുക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ചെയ്യാം. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങളെ കൊണ്ട് ക്ലാസ് എടുപ്പിച്ച് നോക്കട്ടെ എല്ലാവരെ കൊണ്ടും. അതൊന്ന് എടുക്കുക. നാളെ അപ്പൊ നാളെ പ്രിൻസിയാണത് പ്രിപ്പയർ ചെയ്യുന്നത്. പ്രിൻസി അതാ സയൻസ് ആണ് എടുക്കുന്നത്? പ്രിൻസി സയൻസ് ആണോ? ഓക്കെ. അപ്പൊ സയൻസ് ബയോളജി അതാ ഫിസിക്സ് കെമിസ്ട്രി ഏതാ? ബയോളജി. അപ്പൊ ബയോളജി ഏത് ടോപ്പിക് എടുക്കുന്നത്? പ്രകാശ സംശ്ലേഷണം പഠിപ്പിക്കുമ്പോഴത്തേക്ക് ടീച്ചിങ് എയ്ഡ്സ് ആയിട്ട് എന്താ ഉപയോഗിക്കുന്നത്? ലീഫ് കൊണ്ടുപോവാം. ലീഫ് കൊണ്ടുപോകാം. കുട്ടികളെ ഇല കാണിക്കാം, ഇലയെ പരിചയപ്പെടുത്താം. എത്രാം ക്ലാസ്സിലെ കുട്ടിയാണ്? എത്രാം ക്ലാസ്സിലാണ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? 5ാം ക്ലാസ്സിൽ. ഓക്കെ. അപ്പൊ 5ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞ കാര്യം പഠിപ്പിക്കുമ്പോൾ, പ്രകാശ സംശ്ലേഷണം എന്ന് വെച്ചാൽ ഒരു ലോങ് സബ്ജക്റ്റ് ആണ്. അറിയാലോ? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് അതാ ഞാൻ പറഞ്ഞത്. 5ാം ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ നമ്മള് 5ാം ക്ലാസ്സിലെ കുട്ടിക്ക് എന്ത് സ്കില്ലാണ്, എന്ത് കാര്യമാണ് അവിടെ മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അത്രമാത്രം മതി. മനസ്സിലായില്ലേ? അത്രമാത്രം മതി. എന്താണ് പ്രകാശ സംശ്ലേഷണം എന്ന നിലയ്ക്ക് കുട്ടിക്ക് അവിടെ കിട്ടേണ്ട അറിവ്. ഓക്കെ, കുട്ടി അവിടെ നേടുന്ന അറിവ് എന്താണ്, അത് കുട്ടിക്ക് കിട്ടിയോ എന്നുള്ള കാര്യം മനസ്സിലാക്കി കൊടുത്താൽ മതി. അത്രയും മതി. നമുക്ക് പ്ലാന്റ്സിന്റെ പാർട്സോ കൊണ്ടുപോവാം പ്രകാശ സംശ്ലേഷണത്തിന്, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ. അപ്പം നാളെ പ്രിൻസി എടുക്കുക, മറ്റന്നാൾ ബാക്കി 2 ദിവസമായിട്ട് ബാക്കിയുള്ളവരും കൂടെ എടുക്കുക. ഓക്കെ. അപ്പൊ ഇന്നിത്ര മതി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് എടുക്കാം. അപ്പൊ ഇന്ന് ഈ ഒരു കാര്യം ഞാൻ പഠിപ്പിച്ചത് ചോദിച്ചു. റെക്കോർഡ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലയോ? കിട്ടിയില്ലയോ? അയ്യോ, നിങ്ങൾക്ക് സെൻഡ് നിങ്ങൾക്ക് ലിങ്ക് അയച്ചില്ലേ? അയച്ചുതരാം. അയ്യോ, അതിന്റെ റെക്കോർഡ് നമ്മള് എല്ലാ HSC, HST എല്ലാ ക്ലാസ്സുകളും LPUP എല്ലാം യൂട്യൂബിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. കാണാൻ സൗകര്യത്തിന് വേണ്ടി ആപ്പിലല്ല, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വെച്ചാൽ ചില ക്ലാസ്സുകൾ ജനറൽ ആയിട്ട് യൂട്യൂബിൽ നമ്മുടെ ചാനലിലുണ്ട്. ചില ക്ലാസ്സുകൾ നിങ്ങൾക്ക് മാത്രം കാണപ്പെട്ട രീതിയിൽ അൺലിസ്റ്റ് ആണ് അയക്കുന്നത്. അപ്പൊ അതിന്റെ ലിങ്ക് അയച്ചു തരും, നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ട് തരാം കേട്ടോ. ലിങ്ക് ഇട്ട് തരാം. ഈ ക്ലാസ്സിന്റെ മറ്റേ ക്ലാസ്സിന്റെ ലിങ്ക് ഇട്ട് തരാം. അത് ഉപയോഗിച്ച് കാണുക. ലിങ്ക് ഇട്ട് തരാം, അത് ഉപയോഗിച്ച് കയറിയാണ്. നേരത്തെ 2 ക്ലാസ്സും വേണോ? വേണം. ഇട്ട് 2 ക്ലാസ്. പിന്നെ ജനറൽ കാര്യങ്ങൾ നമ്മളിങ്ങനെ സംസാരിച്ചു പോയ കാര്യങ്ങൾ ആയതുകൊണ്ടാണ് ഞാൻ അത് അപ്ലോഡ് ചെയ്യാതിരുന്നത്. ഞാൻ ഇട്ട് തരാം. നമ്മളൊരു മീൻസ് ഒരു ലെക്ചറിങ് അല്ലേ നടത്തുന്നത്, അല്ലേ? സമയം കൂടുതലാണ്, ഒരുപാട് കാര്യങ്ങൾ പറയും, തെന്നിമാറി പോകുന്നതുകൊണ്ട് അതുകൊണ്ടാണ് ആദ്യത്തേക്ക് ഇടാതിരുന്നത്. എന്നാലും കുഴപ്പമില്ല, ഞാൻ ഇട്ട് തരാം. കുഴപ്പമില്ല, മാക്സിമം എഡിറ്റ് ചെയ്തിട്ട് ഇട്ട് തരാം. ഓക്കെ. നിങ്ങളാരും പേടിക്കാനും വേണ്ട, കോൺഫിഡൻസ് ആയിരിക്കുക. അവസാനം ഇന്റർവ്യൂവിന് തൊട്ട് മുമ്പത്തെ 1-2 ദിവസങ്ങളിലൊക്കെ നമുക്ക് എല്ലാം കൂടി ഒന്ന് ഓവറാൾ ഒന്ന് കുറെ നേരം ഇരുന്ന് നമുക്ക് എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്യാം. LP-കാർക്ക് മാത്രം. ഓക്കെ, LP എഴുതാൻ പോകുന്നവർക്ക് മാത്രമായിട്ടൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഒരു ടെൻഷൻ മേടിക്കണ്ട. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. കറണ്ട് അഫയേഴ്സ് നോക്കുക. ഇത് കണക്ക് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ബയോഡേറ്റ നിങ്ങൾ എഴുതി തയ്യാറാക്കുക. നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ എഴുതി തയ്യാറാക്കി അത് പഠിക്കുക. കാണാപ്പാടമോ എങ്ങനെയാണോ നല്ല ഫ്ലുവന്റ് ആയിട്ട് പറയാൻ തപ്പരുത്. തലയെ ചൊറിയുക, സാരി പിടിക്കുക, ഇങ്ങനെയുള്ള കാര്യം, മൂക്ക് ചൊറിയുക, വേർപ്പ് തുടയ്ക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്. സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കയ്യിൽ ഇങ്ങനെ ഞൊട്ടയിടുക, അങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെ വരും. ജസ്റ്റേഴ്സ് ഒക്കെ, അതൊക്കെ ഒഴിവാക്കണം. അപ്പൊ അതിനുവേണ്ടി വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്യണം. നമ്മൾ
അത് മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് പറഞ്ഞ് പഠിക്കണം. അപ്പോഴാണ് നമ്മൾ പ്രിപ്പയർ ആവുന്നത് സത്യത്തിൽ. കേട്ടോ? ഓക്കെ ഓക്കെ. നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ ചിലപ്പോൾ ഫസ്റ്റ് കാൻഡിഡേറ്റ്സ് ആയിരിക്കും ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഫസ്റ്റ് കാൻഡിഡേറ്റ് ആണെങ്കിൽ ഉള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ലേ? അല്ലേ? നല്ല ഫ്രഷ് ടൈം അല്ലേ? ഫസ്റ്റ് അല്ലേ? നല്ല നല്ല ക്വസ്റ്റ്യൻസുകൾ വരും അല്ലേ? നല്ല പ്ലസന്റ് ആയിരിക്കും, നല്ല നല്ല ക്വസ്റ്റ്യൻസ് കാര്യങ്ങളെല്ലാം വരും അല്ലേ? ബ്രെയിനൊക്കെ നല്ല ഫ്രഷ് ആയിരിക്കുന്ന സമയമാണ് നിങ്ങളുടെയും അവരുടേതും. അപ്പൊ ചിലപ്പോൾ ക്ലാസ് എടുക്കാൻ പറയും, ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്ന് വരും അല്ലേ? അപ്പൊ അതുകൊണ്ട് എന്തിനും നമ്മൾ തയ്യാറായിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ജനറൽ അവയർനെസ് അത്ര എല്ലാത്തിനെ കുറിച്ച്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഡിഗ്രിയൊക്കെ ഉള്ളവര്, ഡിഗ്രിയൊക്കെ എടുത്തിട്ടുള്ളവര് ക്വാളിഫിക്കേഷൻ എഴുതി കൊടുക്കും, അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറയുമ്പോഴത്തേക്ക് ഡിഗ്രിയൊക്കെ നിങ്ങൾ പഠിച്ച ഡിഗ്രി സബ്ജക്റ്റ് ആണ്, അതിനെപ്പറ്റിയും കൂടി ഒരു ജനറൽ അവയർനെസ് ഉണ്ടായിരിക്കും കേട്ടോ. BSc സുവോളജി പഠിച്ചെന്ന് പറയും, പിന്നെ കോളേജിൽ പഠിച്ചെന്ന് പറയും. അവര് ചിലപ്പോൾ ഇതൊന്നും ചോദിക്കത്തില്ല, LP UP ആയിട്ട് ബന്ധപ്പെട്ടതോ സൈക്കോളജിയോ പെഡഗോളജിയോ ഒന്നും ചോദിക്കത്തില്ല. BSc സുവോളജിയിലേക്ക് വരും ചിലപ്പോൾ അവര്. അവിടെ ഇരിക്കുന്ന ഇന്റർവ്യൂവർ ഒരു സുവോളജി ടീച്ചർ ആണെങ്കിൽ, ഒരു ഫിസിക്സ് ടീച്ചർ ആണെങ്കിൽ ഫിസിക്സ് കാര്യോട് അത് ചോദിക്കാം. അതായിരിക്കും മൊത്തത്തിൽ അവർ ചോദിക്കുന്നത്. ഫിസിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. ബോട്ടണി ടീച്ചർ ആണെങ്കിൽ ബോട്ടണിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, ആ കുട്ടി ബോട്ടണി ആണെങ്കിൽ, ബോട്ടണി പഠിച്ചു എന്ന് പറയുകയാണെങ്കിൽ, PG ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ, ഡിഗ്രി ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ, എന്നാൽ അതിനെപ്പറ്റി 2 ക്വസ്റ്റ്യൻ ചോദിച്ചു കളയാം. അത്രേ ചോദിക്കത്തുള്ളൂ, വേറെ ഒന്നും ചോദിക്കത്തില്ല. അപ്പം അങ്ങനെയും കൂടി ഒരു അവയർനെസ് ഉണ്ടായിരിക്കുക. സുവോളജി പഠിച്ചിട്ട് പോകുന്ന ഒരു കുട്ടിയെ പറ്റി സുവോളജിയുടെ പിതാവാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റണം എന്നാണ് ഞാൻ പറയുന്നത്. ചുരുക്കം മനസ്സിലായില്ലേ? അല്ല സുവോളജിയെ പറ്റി ഭീകര ക്വസ്റ്റ്യൻ ചോദിക്കുന്നല്ല, ഹാർഡി വെയിൻബെർഗ് ഇക്വേഷൻ എന്താണെന്ന് ചോദിക്കുന്നല്ല ചോദിച്ചത്, ജനറൽ അവയർനെസ് ചോദിക്കുക അതിനെപ്പറ്റി. അപ്പൊ അങ്ങനെയുള്ളത് കൂടെ പ്രിപ്പയർ ആയിരിക്കണം നമ്മൾ കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? അറ്റ്ലീസ്റ്റ് നിങ്ങൾ പഠിച്ച സബ്ജക്റ്റുകളുടെ പിതാക്കന്മാര്, അതിന്റെ ബ്രാഞ്ചസുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരു ജനറൽ അവയർനെസ്സും കൂടി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, അറിഞ്ഞുകൂടാത്തവരാണെങ്കിൽ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? Da da da.